Which of the soil commonly found in the humid areas? Which of the soil commonly found in the humid areas were having high temperature, നല്ല ഉയർന്ന താപനില ആൻഡ് ഹെവി റെയിൻഫോൾ, ഓൾട്ടർനേറ്റ് വെറ്റ് ആൻഡ് ഡ്രൈ പീരിയഡ്സ്. അങ്ങനെയുള്ള ഭാഗത്ത് കാണപ്പെടുന്ന സോയിൽ ഏതാണ്? ഇതും പുസ്തകത്തിൽ നിന്ന് കോപ്പി ചെയ്ത് സോയിലിനെ പറ്റി മറ്റൊരു ചോദ്യം. എല്ലാവർക്കും നമസ്കാരം. ഇൻട്രി ആപ്പിലേക്ക് സ്വാഗതം. ഞാൻ ബിപിൻ മാത്യൂസ്. നമ്മൾ 2021-23 കാലഘട്ടത്തിൽ ഡിഗ്രി ലെവൽ എക്സാംസിന് ചോദിച്ചിട്ടുള്ള ഇന്ത്യൻ ജോഗ്രഫി ക്വസ്റ്റ്യൻസ് ഒന്ന് പരിചയപ്പെടാനാണ് ഈ സെഷനിൽ വന്നിട്ടുള്ളത്. ആദ്യം തന്നെ ചെറിയൊരു കാര്യം പറഞ്ഞു തുടങ്ങാം. ഈ ജോഗ്രഫി എന്ന സബ്ജക്റ്റ് ഒരു ഡിഗ്രി ലെവൽ എക്സാംസിലേക്ക് വരുമ്പോൾ ജോഗ്രഫി എന്ന സബ്ജക്റ്റിൽ നിന്ന് മിനിമം ഒരു 5 ചോദ്യം അവർ ചോദിച്ചിരിക്കും. ഏറ്റവും നിർബന്ധമാണ്. ഈ ഒരു 5 ചോദ്യം ഉറപ്പായിട്ടും ചോദിച്ചിരിക്കും. ഏറിപ്പോയി കഴിഞ്ഞാൽ ഒരു മാക്സിമം ഒരു 7, ഇനി റയർ കേസിൽ ഒരു 8 ചോദ്യം വരെ ആകും. അത് അവർ 8 വരെ മാക്സിമം പോകാം. ഓക്കെ, കൂടുതലും ഈ 7 ചോദ്യങ്ങളാണ് കണ്ടിട്ടുള്ളത്. കൂടുതലും കണ്ടേക്കുന്ന 7 ചോദ്യങ്ങളാണ്. ഏറ്റവും കുറവ് ഈ 5 ചോദ്യങ്ങളെങ്കിലും അവർ മിനിമം ചോദിച്ചിരിക്കും നിർബന്ധമായിട്ടും. ഇതെങ്ങനെയാണ്, ഇതിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ 7 ചോദ്യം എടുക്കുക, നിങ്ങൾ ഒരു 7 ചോദ്യം എടുക്കുക. നമ്മുടെ സിലബസിൽ 5 എന്ന് പറയുന്നുള്ളെങ്കിലും ഒരു 7 ചോദ്യം വരെ ചോദിക്കാം. ഓക്കെ, ഇപ്പോൾ 7 ചോദ്യം ചോദിച്ചു എന്ന് കരുതുക. അതിൽ ഒരു 3 മുതൽ 4 ചോദ്യങ്ങൾ വരെ വേൾഡ് ജോഗ്രഫി എന്നാണ്, അല്ലെങ്കിൽ അങ്ങനെ പറയാൻ പാടില്ലല്ലോ, ഫിസിക്കൽ ജോഗ്രഫി, പൊതുഭൂമിശാസ്ത്രത്തിൽ നിന്നാണ് ചോദിക്കുന്നത്. ഒരു 3 ചോദ്യം ഇന്ത്യൻ ജോഗ്രഫി എന്ന് ചോദിക്കാം. ചിലപ്പോൾ അത് 2 ചോദ്യമാകാം. 3 അല്ലെങ്കിൽ ഒരു 2 ചോദ്യം ചോദിക്കാം. ഒരു ചോദ്യം അല്ലെങ്കിൽ 2 ചോദ്യം എവിടെ നിന്നാണ്? കേരള ജോഗ്രഫി എന്ന് ചോദിക്കാം. അപ്പൊ ഏറ്റവും കുറവ് ചോദ്യങ്ങൾ കേരള ജോഗ്രഫി എന്നും ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വേൾഡ് ജോഗ്രഫി എന്നാണ് വരുന്നത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പൊതുഭൂമിശാസ്ത്രത്തിൽ നിന്നാണ് വരുന്നത്. അതിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ളതും ഈ പറഞ്ഞ ഫിസിക്കൽ ജോഗ്രഫി അല്ലെങ്കിൽ പൊതുഭൂമിശാസ്ത്രം ആണ്. ഏറ്റവും ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് ജനറൽ ജോഗ്രഫി എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഈ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾ വരുന്നത് അവിടെ നിന്നാണ്. ഏറ്റവും ബുദ്ധിമുട്ട് കുറഞ്ഞ ചോദ്യങ്ങൾ വരുന്നത് കേരള ജോഗ്രഫി എന്നുമാണ്. കേരള ജോഗ്രഫിയിലെ ചോദ്യങ്ങൾ കൂടുതലും നദികളെ പറ്റിയോ, അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് സാങ്ച്വറീസിനെ പറ്റിയോ, നാഷണൽ പാർക്സിനെ പറ്റിയോ, അല്ലെങ്കിൽ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ ഇല്ലേ, നമ്മുടെ ഈ പൈനാപ്പിളുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ഈ കപ്പയുമായി ബന്ധപ്പെട്ട ഗവേഷണ കേന്ദ്രങ്ങളില്ലേ, നെല്ലുമായി ബന്ധപ്പെട്ട, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളെ കൂടുതലും ചോദിച്ചു കണ്ടിട്ടുള്ളത്. ഈ ഇന്ത്യൻ ജോഗ്രഫിയാണ് ഞാൻ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇന്ത്യൻ ജോഗ്രഫിയെ പറ്റി ഒരു ഐഡിയ നിങ്ങൾക്ക് തരാം. ഇന്ത്യൻ ജോഗ്രഫിയിലെ ചോദ്യങ്ങൾ കൂടുതലും വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചേക്കുന്നത്. ഇത് ഒട്ടും ബുദ്ധിമുട്ടിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും ഇന്ത്യൻ ജോഗ്രഫിയിൽ വന്നിട്ടില്ല. ഒരു 90% ഡയറക്റ്റ് ക്വസ്റ്റ്യൻസുമാണ്. +1 ടെക്സ്റ്റിൽ നിന്ന് ഡയറക്റ്റ് കോപ്പി ചെയ്ത ആ സെന്റൻസ് ഒക്കെ ഉണ്ടല്ലോ, ഡയറക്റ്റ് കോപ്പി ചെയ്തിട്ടാണ് അവർ ക്വസ്റ്റ്യൻ ആക്കി മാറ്റുന്നത്. ഒരു 10% മാത്രമാണ് ഔട്ട് ഓഫ് ദ സിലബസ് എന്ന രീതിയിൽ ചോദിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 3 വർഷത്തിലെ പരീക്ഷകൾ പരിഗണിക്കുമ്പോൾ ഒരു 10% ചോദ്യങ്ങൾ ഔട്ട് ഓഫ് ദ സിലബസ്, അതായത് പുസ്തകത്തിന് വെളിയിൽ നിന്ന് ചോദിച്ചായിട്ട് കണ്ടിട്ടുണ്ട്. ബാക്കി 10 ചോദ്യം ചോദിച്ചാൽ അതിനകത്ത് 9 ചോദ്യം അല്ലെങ്കിൽ ഒരു 90% ചോദ്യങ്ങളും പുസ്തകത്തിൽ നിന്നാണ്. അതിൽ തന്നെ ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻ, അതാണ് ഇതിനകത്ത് ഏറ്റവും സമാധാനമുള്ള ഒരു കാര്യം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്, ഒത്തിരി ബുദ്ധിമുട്ടിക്കുന്ന ക്വസ്റ്റ്യൻ ഒന്നും ചോദിച്ചിട്ടില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. ഈ ജനറൽ ജോഗ്രഫിയാണ്, ഈ പൊതുഭൂമിശാസ്ത്രത്തിലാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. ഓൾറെഡി നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഈ ജനറൽ ജോഗ്രഫി പൊതുഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട റിവിഷൻ അല്ലെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ പരിചയപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനകത്ത് നിങ്ങൾ കണ്ടതായിരിക്കും ക്വസ്റ്റ്യൻസ് ഒക്കെ, അല്ലെ? അത്യാവശ്യം നിലവാരമുള്ള ചോദ്യങ്ങളെല്ലാം വരുന്നത് ആ ഒരു പോർഷനിൽ നിന്നാണ്. നമുക്ക് ഇന്ത്യൻ ജോഗ്രഫി ഒരു സേഫ് സൈഡ് ആണ് സത്യം പറഞ്ഞാൽ. ഞാൻ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഏകദേശം നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിച്ച, കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു 25 ചോദ്യങ്ങളുടെ ഡിസ്കഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. 25 ചോദ്യങ്ങൾ പരിചയപ്പെടുത്തുകയാണ് ഉദ്ദേശിക്കുന്നത്. ഈ 25ന്റെയും ഡിസ്കഷൻ പറ്റത്തില്ല. നമുക്ക് ഏറ്റവും ആവശ്യമുള്ള പോയിന്റ്സ് ഒക്കെ ഉണ്ടല്ലോ, ഏറ്റവും ആവശ്യമുള്ള പോയിന്റ്സ്, അതിന്റെ റിലേറ്റഡ് ഫാക്ട്സും ഡിസ്കഷനും ഒക്കെ നമുക്ക് നടത്താം. ബാക്കി നമുക്ക് ആൻസേഴ്സ് ജസ്റ്റ് പറഞ്ഞു പോകാൻ മാത്രമേ പറ്റുന്ന സമയമുള്ളൂ, അല്ലെ? പരിമിതമായിട്ടുള്ള ഈ സമയത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം അതാണ്. 25ഓളം ചോദ്യങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തും. അതിൽ തന്നെ ഏറ്റവും ആവശ്യം ഉണ്ടെന്ന് തോന്നുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മേഖലകളുണ്ടല്ലോ, അതിന്റെ ഡിസ്കഷൻ നമ്മൾ നടത്തും. ഓക്കെ, ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. നമ്മൾ ഡയറക്റ്റ് ക്വസ്റ്റ്യന്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ എടുത്തു വെച്ചേക്കുവാണ്. മാച്ച് ദ ലിസ്റ്റ് 1 ആൻഡ് ലിസ്റ്റ് 2 ആൻഡ് സെലക്ട് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ കോഡ്സ് ഗിവൺ ബിലോ. ഇതിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ സെലക്ട് ചെയ്യണം, ഈ 2 ലിസ്റ്റിൽ നിന്നും, ആ കോഡിൽ നിന്ന്. ഇവിടെ നിങ്ങൾക്ക് തന്നേക്കുന്ന നോക്കി, ഡിവിഷൻസ് ഓഫ് ഹിമാലയാസ് റീജൻ, ഈ റിവേഴ്സിന്റെ ബേസ് ചെയ്തിട്ടുള്ള ഡിവിഷൻസ് താഴെ കൊടുത്തേക്കുന്നത് കേട്ടോ. പിന്നെ റിവേഴ്സ് കണ്ടോ, റിവേഴ്സ് ബേസ് ചെയ്തിട്ടുള്ള ഡിവിഷൻ ആണ്. അപ്പൊ ഇതിനകത്ത് ഏതാണ് കറക്റ്റ് എന്ന് നമ്മൾ നോക്കണം. ഒന്ന് പഞ്ചാബ് ഹിമാലയാസ്, പഞ്ചാബ് ഹിമാലയാസ്, അതിന് കൂടെ കൊടുത്തേക്കുന്നത് സത്ലജ് ടു കാളി എന്നാണ്. കുമേൺ ഹിമാലയാസ്, ഇൻഡസ് ടു സത്ലജ്. നേപ്പാൾ ഹിമാലയാസ്, ടീസ്റ്റ ടു ബ്രഹ്മപുത്ര. ആസാം ഹിമാലയ, കാളി ടു ടീസ്റ്റ. ഇത് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യണം. നമുക്ക് നോക്കാം ഓരോന്നും. ആ 4 ഡിവിഷൻസിലുണ്ടല്ലോ, റിവർ ബേസ്ഡ് ഡിവിഷൻസിൽ ആദ്യം വരുന്നത് പഞ്ചാബ് ഹിമാലയാസ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പഞ്ചാബ് ഹിമാലയാസ് ഏതൊക്കെ നദികൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്? യെസ്, പഞ്ചാബ് ഹിമാലയാസ് നമുക്ക് ഇങ്ങോട്ട് കണക്ട് ചെയ്യാം, ഇൻഡസ് ടു സത്ലജ്. അപ്പോൾ A2 കണക്ട് ചെയ്യാം, അങ്ങനത്തെ 2 ഓപ്ഷൻ ഉണ്ട്, B ഉണ്ട്, C ഉണ്ട്.
ഇനി കുമയൂൺ ഹിമാലയ ബി നോക്കിയാൽ അത് കുമയൂൺ ഹിമാലയാണ്. പഞ്ചാബ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത അതാണ് വരുന്നത്. കുമയൂൺ ഹിമാലയ സത്ലജ് ടു കാളിയാണ്. സത്ലജ് ടു കാളി. അപ്പൊ അതിൽ 1 കണക്ട് ചെയ്യാം. അപ്പൊ ബീനെ 1 കണക്ട് ചെയ്യാം. അതും ബീനെ എങ്ങോട്ട് കണക്ട് ചെയ്യുന്നു? 1 കണക്ട് ചെയ്യുന്ന ഒരു ഓപ്ഷനേ വരുന്നുള്ളൂ അല്ലെ. ബീനെ 1 കണക്ട് ചെയ്യുന്ന ഒരു ഓപ്ഷനേ വരുന്നുള്ളൂ. അപ്പൊ അതിൽ തന്നെ നമ്മുടെ ആൻസർ നമുക്ക് കിട്ടി. വേറെ ഒന്നും അറിഞ്ഞിരിക്കണമെന്നില്ല. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് കിട്ടും. ബാക്കി കൂടെ പറയാം. നേപ്പാൾ ഹിമാലയം. ഇനി കാളിയിൽ നിന്ന് തുടങ്ങണ്ട കേട്ടോ. നേപ്പാൾ ഹിമാലയം കാളി ടു ടീസ്റ്റ. ഇവിടെ കാളിയിൽ അവസാനിച്ചു. കാളിയിൽ നിന്ന് അടുത്ത് തുടങ്ങണം. നേപ്പാൾ ഹിമാലയം കാളി മുതൽ ടീസ്റ്റ വരെ. ഇനി ആസാം ഹിമാലയം ടീസ്റ്റ എന്ന് തുടങ്ങണ്ടേ. ആസാം ഹിമാലയം ടീസ്റ്റ ടു ബ്രഹ്മപുത്ര. ഇതാണ് 4 റിവേഴ്സിന് അല്ലെങ്കിൽ റിവേഴ്സിന്റെ അടിസ്ഥാനത്തിലുള്ള 4 ഡിവിഷൻ ഹിമാലയത്തിന്റെ. ഓക്കെ. അപ്പൊ അതിന്റെ ഒരു ചിത്രം ഇവിടെ നമ്മുടെ പാഠപുസ്തകത്തിലുണ്ട്. അത് നമുക്ക് നോക്കാം. ഇപ്പൊ ഇത് ഹിമാലയമാണ് എന്ന് വിചാരിക്കുക. ഇത് ഹിമാലയമാണ് എന്ന് കരുതുക. ഇങ്ങനെയാണ് ഹിമാലയം കടന്നു പോകുന്നത് എന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ആദ്യത്തെ 2 നദികൾ നോക്കിക്കേ. ഹിമാലയത്തെ കട്ട് ചെയ്ത് ക്രോസ് ചെയ്ത് പോകുന്ന ആദ്യത്തെ 2 നദികൾ നോക്കിക്കേ. ഇത് രണ്ടുമാണ് ഇൻഡസും സത്ലജും. പിന്നെ വരുന്നത് സത്ലജും കാളിയും. രണ്ടാമത്തെ പോർഷൻ ഹിമാലയത്തിന്റെ ഈ ഒരു പോർഷൻ സത്ലജും കാളിയും. പിന്നെ വരുന്നത് സത്ലജും സിക്കിമിലൂടെ കടന്നു പോകുന്ന ടീസ്റ്റ. പിന്നെ വരുന്നത് ടീസ്റ്റയും ഈ ലാസ്റ്റ് റിവർ ഇത് ബ്രഹ്മപുത്ര. ഇത് വരുന്നത് ബ്രഹ്മപുത്ര. അതിന്റെ അടിസ്ഥാനത്തിൽ ഇതിനെന്ത് വിളിക്കുന്നു? ഇത് പഞ്ചാബ് ഹിമാലയം, രണ്ടാമത്തത് കുമയൂൺ ഹിമാലയം, മൂന്നാമത്തത് നേപ്പാൾ ഹിമാലയം, നാലാമത്തത് ആസാം ഹിമാലയം. അങ്ങനെ 4ആയിട്ട് തരംതിരിക്കുന്നു. അപ്പം ഇത് ഒന്നാമത്തെ ചോദ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമെന്ന് വിചാരിക്കുന്നു. റിവേഴ്സിന്റെ ബേസ് ചെയ്തുള്ള ഡിവിഷനാണ് ചോദിച്ചിട്ടുള്ളത്. സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളതാണ്. LDC ഇത് ചോദിച്ചിട്ടുണ്ട്. LDCയുടെ മെയിൻസിന് ഇത് ചോദിച്ചിട്ടുണ്ട് ഈ ഒരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം നോക്കിയേ. ഇൻ വിച്ച് സീസൺ ദ ഫിനോമിനൻ ഓഫ് മൺസൂൺ ട്രഫ് എന്താണെന്ന് പറയുവാണ്. മൺസൂൺ ട്രഫ് ആണ് എലോങ്ങേറ്റഡ് പ്രഷർ ട്രഫ് അക്രോസ് ഗംഗ ബേസിൻ അപ് ടു ദ ഹെഡ് ഓഫ് ബേ ഓഫ് ബംഗാൾ ഒക്കർ. ഏത് സീസണിലാണ് മൺസൂൺ ട്രഫ് എന്നറിയപ്പെടുന്ന പ്രതിഭാസം ഉണ്ടാകുന്നത്? അപ്പൊ ഇത് മൺസൂണുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ്. അതുകൊണ്ട് ഇവിടെ ഏതെങ്കിലും മൺസൂൺ സീസൺ ആയിരിക്കും ആൻസർ വരുന്നത് എന്നുള്ള കാര്യത്തിന് നമുക്ക് ധാരണയുണ്ട് അല്ലെ. ഓപ്ഷൻ സി നോക്കിക്കേ, സൗത്ത് വെസ്റ്റ് മൺസൂൺ. ഓപ്ഷൻ ഡി നോക്കിക്കേ, നോർത്ത് ഈസ്റ്റ് മൺസൂൺ. എവിടെയാണ് ഈ മൺസൂൺ ട്രഫ് ഉണ്ടാകുന്നത് എന്ന് ഇവിടെ എടുത്ത് പറയുന്നുണ്ട്. അക്രോസ് ഗംഗാ ബേസിൻ. ഗംഗാ ബേസിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ ഗംഗാ തടത്തിനോടടുത്ത് ഒരു ലോ പ്രഷർ ട്രഫ് അല്ലെങ്കിൽ ഒരു മൺസൂൺ മൺസൂൺ തടം രൂപപ്പെടുന്നുണ്ട്. അത് ഏത് സീസണിലാണ്? അപ്പൊ മൺസൂൺ ട്രഫ് എന്താണെന്ന് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഈ സീസൺസിനെ പറ്റി പഠിച്ച ക്ലാസ്സിനകത്ത് മൺസൂൺ ട്രഫിനെ പറ്റി പറയുന്നുണ്ട്. എന്താണ് മൺസൂൺ ട്രഫ്? ഇവിടെ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നു നോക്കാം. അതായത് ഒരു ജൂൺ മാസത്തിന്റെ പകുതിയോടെ, ജൂലൈ മാസത്തിന്റെ തുടക്കത്തോടെയൊക്കെ, അല്ലെങ്കിൽ ജൂലൈ മാസത്തിന്റെ ഒരു സമയത്തോടെ എന്ത് സംഭവിക്കുന്നു? നോർമലി ഇക്വേറ്റർ റീജിയണിൽ കാണപ്പെടുന്ന ITCZ ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ എന്നറിയപ്പെടുന്ന ഒരു ലോ പ്രഷർ സിസ്റ്റം നോർത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് ഇന്ത്യയിൽ ഈ പറഞ്ഞത് നോക്കുക, ഈ ഗംഗാ തടം തൊട്ട് ബേ ഓഫ് ബംഗാൾ വരെ വരുന്ന രീതിയിൽ ഇതുണ്ടോ, ഒരു വളഞ്ഞു പൊളഞ്ഞ ഒരു പാത്തില് ഒരു ലോ പ്രഷർ ITCZ ഫോം ചെയ്യുന്നു. നേരെ ഷിഫ്റ്റ് ചെയ്യുന്നു. എവിടുന്നാണ്? ഭൂമധ്യരേഖയിൽ നിന്ന് ഒരു ജൂൺ മാസത്തോടെ അല്ലെങ്കിൽ ജൂലൈ മാസത്തോടെ, ജൂൺ മാസത്തിന്റെ അവസാനത്തോടെ ജൂലൈ മാസത്തിന്റെ ആദ്യ ഭാഗത്തോടെ ഒരു ലോ പ്രഷർ ട്രഫ് കേട്ടോ, ഒരു ലോ പ്രഷർ സിസ്റ്റം നമ്മുടെ ഗംഗാ തടത്തിന്റെ ഭാഗത്ത് ഡെവലപ്പ് ചെയ്യുന്നു. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഭൂമധ്യരേഖയിൽ ഇക്വേറ്റർ റീജിയനിൽ ഉണ്ടായിരുന്ന 0 ഡിഗ്രി ഭാഗത്തുണ്ടായിരുന്ന ITCZ എന്നറിയപ്പെടുന്ന ആ ഒരു ലോ പ്രഷർ സിസ്റ്റം നോർത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് ഇന്ത്യയിൽ ഗംഗാ ബേസിന്റെ ഭാഗത്തേക്ക് മൂവ് ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ മൺസൂൺ ട്രഫ് എന്ന് വിളിക്കുന്നത്. ഇതിങ്ങനെ മൂവ് ചെയ്ത് ഇവിടെ ഒരു ലോ പ്രഷർ ഫോം ചെയ്യുന്നതിനാണ് നമ്മൾ മൺസൂൺ തടം എന്ന് വിളിക്കുന്നത്. അതിന്റെ റീസൺ എന്തുകൊണ്ട് അങ്ങനെ വിളിക്കുന്നത്? ഈ ലോ പ്രഷർ സിസ്റ്റം ആണ് ഈ നമ്മുടെ സദേൺ ഹെമിസ്ഫിയറിലുള്ള ട്രേഡ് വിൻസ്. എന്ത് ട്രേഡ് വിൻസ് ആണ്? സദേൺ ഹെമിസ്ഫിയറിലെ സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻസിനെ ഇന്ത്യയിലേക്ക് ആകർഷിക്കുന്നത്. അങ്ങനെ ആ സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് ഇക്വേറ്റർ ക്രോസ് ചെയ്ത് സൗത്ത് വെസ്റ്റ് മൺസൂൺ ആയിട്ട് ഇവോൾവ് ചെയ്യും. സൗത്ത് വെസ്റ്റ് മൺസൂൺ ആയിട്ട് നമ്മൾ പരിണമിക്കും. മനസ്സിലായോ? അതായത് സൗത്ത് വെസ്റ്റ് മൺസൂണിന്റെ ഫോർമേഷന് കാരണമാകുന്നത് ഈ മൺസൂൺ ട്രഫിന്റെ രൂപീകരണമാണ്. അല്ലെങ്കിൽ സൗത്ത് വെസ്റ്റ് മൺസൂൺ ഇന്ത്യയിലേക്ക്, അല്ലെങ്കിൽ ഇവിടെ ഇത് ഭൂമധ്യരേഖയ്ക്ക് താഴെ ഇത് സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് ആയിരുന്നു. ഈ സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് സൗത്ത് വെസ്റ്റ് മൺസൂൺ ആയി മാറുകയും മൺസൂൺ എന്ന പ്രതിഭാസം ഇന്ത്യയിൽ ഉണ്ടാവുകയും ചെയ്യുന്നത്, പ്രത്യേകിച്ച് സൗത്ത് വെസ്റ്റ് മൺസൂൺ ഇന്ത്യയിൽ ഉണ്ടാവുകയും ചെയ്യുന്നത് ഈ മൺസൂൺ ട്രഫിന്റെ ഫോർമേഷൻ ആണ് അല്ലെ. അപ്പൊ മൺസൂൺ ട്രഫ് ഏത് സീസണുമായി ബന്ധപ്പെട്ടതാണ് എന്നപ്പോ ഇവിടെ വ്യക്തമായില്ലേ?
സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് സൗത്ത് വെസ്റ്റ് മൺസൂണായി മാറുന്നു അല്ലെ. അത് ഏത് സീസണിന്റെ പ്രതിഭാസമാണ്? സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസണിന്റെ കാലഘട്ടത്തിലാണ് ഇത് സംഭവിക്കുന്നത്. അതായത് സദേൺ ഹെമിസ്ഫിയറിലുള്ള പ്രത്യേകിച്ച് ഹൈ പ്രഷർ ഏരിയയിലുള്ള വിൻഡ് മൺസൂൺ വിൻഡുകളായിട്ട് ഇന്ത്യയിലേക്ക് വരാനുള്ള റീസൺ എന്ന് പറയുന്നത് ഈ മൺസൂൺ ട്രഫിന്റെ ഫോർമേഷൻ ആണ്. എന്താണ് ഈ മൺസൂൺ ട്രഫ്? ഇതൊരു ലോ പ്രഷർ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ ITCZന്റെ നോർത്തിലേക്കുള്ള ആ ഒരു ഷിഫ്റ്റിങ്ങിനെയാണ്, മൂവിങ്ങിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഈ മൺസൂൺ ട്രഫ് എന്ന് വിളിക്കുന്നത്. കണ്ടോ, എലോങ്ങേറ്റഡ് പ്രഷർ ട്രഫ് അക്രോസ് ഗംഗ ബേസിൻ. എങ്ങനത്തെ പ്രഷർ ട്രഫാണ്? ലോ പ്രഷർ ട്രഫ്, മറന്നു പോരുത് കേട്ടോ, ലോ പ്രഷർ ട്രഫ്. അപ്പൊ ഏത് മൺസൂണുമായി ബന്ധപ്പെട്ടതാണ് ഇതെന്ന് കൃത്യമായിട്ട് മനസ്സിലായില്ലേ? പാഠപുസ്തകത്തിൽ ഇത് വ്യക്തമായിട്ട് എടുത്തു പറയുന്നുണ്ട്. കൃത്യമായിട്ട് ആ ഒരു സെന്റൻസ് തന്നെ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. മൺസൂൺ ട്രഫിന് വേണ്ടി ആ ഒരു സെന്റൻസ് തന്നെ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. മൂന്നാമത്തെ നോക്കിക്കേ, മാച്ച് ദ ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 1, സെലക്ട് ദ കറക്റ്റ് മാച്ച് ഫ്രം ദ കോഡ്സ് ഗിവൺ ബിലോ. ഗ്രേറ്റ് ഹിമാലയാസ്, ഒരു സൈഡിൽ മൗണ്ടൻ റേഞ്ച് തന്നിരിക്കുന്നു, അടുത്ത സൈഡിൽ മൗണ്ടൻ പാസ് തന്നിരിക്കുന്നു. ഗ്രേറ്റ് ഹിമാലയ, ഫോർട്ടുല, പീർ പാഞ്ചാൽ, സോജില, സസ്കർ, ഖർദുംഗ്ല, ലഡാക്ക്, ബെനിഹൽ. എവിടെ നിന്നാണ് ഈ ചോദ്യം കിട്ടിയേക്കുന്നത് നിങ്ങൾക്ക് അറിയാവോ? ചോദ്യം പാഠപുസ്തകത്തിൽ നിന്ന് അതേപടി കോപ്പി ചെയ്തേക്കുന്ന ടെക്സ്റ്റിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ തരാം. സം ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് പാസസ് ഓഫ് ദ റീജിയൻ. ഏത് റീജിയൻ ആണ്? നോർത്ത് മൗണ്ടെയിൻ റീജിയൻ, ഉത്തരപർവ്വത മേഖലയിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില പാസിനെ പറ്റി പറയുവാണ്. സോജില, സോജില എവിടെയാന്ന് പറയുന്നു? ഗ്രേറ്റ് ഹിമാലയാസ്. സോജില എവിടെയാ? ഗ്രേറ്റ് ഹിമാലയാസ്. ബെനിഹൽ അടുത്തത് എവിടെയാണ്? പീർ പാഞ്ചാൽ. ഫോർട്ടുല എവിടാ പറയുന്നത്? ഫോർട്ടുല സസ്കർ. ഖർദുംഗ്ല എവിടെ പറയുന്നത്? ലഡാക്ക്. കണ്ടോ, 4 റേഞ്ച് പുസ്തകത്തിൽ എടുത്ത് പറയുന്നുണ്ട്. പുസ്തകത്തിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, പുസ്തകത്തിൽ നിന്നാണ് ഈ ചോദ്യം എടുത്തത് മനസ്സിലാവാൻ വേണ്ടി. കൃത്യ ടെക്സ്റ്റിൽ നിന്നാണ് ചോദ്യം എടുത്തേക്കുന്നത്. ആ 4 പാസ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഗ്രേറ്റ് ഹിമാലയ എവിടെയാ അവർ പറഞ്ഞത്? ഗ്രേറ്റ് ഹിമാലയ എങ്ങോട്ട് കണക്ട് ചെയ്തത്? സോജില അല്ലെ. സോജില കണക്ട് ചെയ്യുന്ന അറിയാമല്ലോ. സോജില കണക്ട് ചെയ്യുന്നത് ശ്രീനഗറിനെ കാർഗിലിലേക്ക് ബന്ധിപ്പിക്കുന്ന ചുരം എന്നാണ് നമ്മൾ പഠിച്ചേക്കുന്നത്. ശ്രീനഗറിനെ കാർഗിലിലേക്ക് ബന്ധിപ്പിക്കുന്ന ചുരം സോജില. പീർ പാഞ്ചാൽ ഏതാണ് കണക്ട് ചെയ്യേണ്ടത്? പീർ പാഞ്ചാൽ 4ലേക്ക് കണക്ട് ചെയ്യണം. ബെനിഹൽ പാസ്, പീർ പാഞ്ചാലാണ് ബെനിഹൽ പാസ് അല്ലെ. എന്താണ് പ്രത്യേകത? ബെനിഹൽ പാസ് കണക്ട് ചെയ്യുന്നത് ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലേക്കുള്ള ഒരു ഈസി ആയിട്ടുള്ള റൂട്ടാണ് ബെനിഹൽ പാസ്. ജമ്മുവിനെ ശ്രീനഗറിലേക്ക് കണക്ട് ചെയ്യുന്നു. സസ്കർ നമ്മൾ എവിടെ പഠിച്ചേ? സസ്കർ ഫോർട്ടുല പാസ് അവിടെ പഠിച്ചേ. സസ്കർ അപ്പം സീനെ 1ലേക്ക് കണക്ട് ചെയ്യുന്നു അല്ലെ. ഫോർട്ടുല പാസ് ഈ കാർഗിലിൽ നിന്ന് ലേയിലേക്കൊക്കെ ഉള്ള റൂട്ടാണ് ഫോർട്ടുല പാസ്. കാർഗിലിൽ നിന്ന് ലേയിലേക്കുള്ള ഒരു ചുരമാണ്. പിന്നെ ലഡാക്ക് റേഞ്ച് ഏത് പാസുമായി ബന്ധപ്പെട്ട 3ലേക്ക് കണക്ട് ചെയ്യണം. ഏതാണ്? ഖർദുംഗ്ല. ലഡാക്ക് എങ്ങോട്ട് കണക്ട് ചെയ്യണം? 3ലേക്ക് കണക്ട് ചെയ്യണം. ഖർദുംഗ്ല. ലഡാക്ക് അറിയാമല്ലോ. എവിടെയാണ്? ലേ തൊട്ട് നൂബ്ര വാലി അല്ലെങ്കിൽ സിയാച്ചിൻ. ലേ ടു നൂബ്ര വാലി അല്ലെങ്കിൽ സിയാച്ചിൻ. ലേ തൊട്ട് നൂബ്ര വാലി അല്ലെങ്കിൽ ലേ തൊട്ട് സിയാച്ചിൻ വരെ കണക്ട് ചെയ്യുന്ന ചുരമാണ് ഖർദുംഗ്ല ചുരം. പുസ്തകത്തിൽ കൃത്യമായിട്ട് ഈ 4 ചുരങ്ങൾ തന്നിട്ടുണ്ട്. അപ്പം ഗ്രേറ്റ് ഹിമാലയാസ് എ കണക്ട് ചെയ്തേക്കുന്നത് 2ലേക്ക്, എ കണക്ട് ചെയ്തേക്കുന്നത് 2ലേക്ക്. നമുക്ക് 2 വേറെ ഡി ഉണ്ട് ഇവിടെ. ഇനി ബി കണക്ട് ചെയ്തേക്കുന്ന പീർ പാഞ്ചാൽ 4ലേക്ക്, എസ് പീർ പാഞ്ചാൽ 4. ഇനി സി സസ്കർ ഫോർട്ടുലയിലേക്ക്, സസ്കർ സി 1ലേക്ക്. പിന്നെ ലഡാക്ക് 3ലേക്ക്, ഖർദുംഗ്ല അല്ലെ. ഡി എന്ന് പറയുന്നത് 3ലേക്ക്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ടെക്സ്റ്റിനകത്ത് കൃത്യമായിട്ട് ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു, കൃത്യമായിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു കേട്ടോ. പാഠപുസ്തകം അതേപടി കോപ്പി ചെയ്തിട്ടാണ് ഈ ഒരു മാച്ച് ദി ഫോളോയിങ് എന്ന ചോദ്യം ഉണ്ടാക്കിയിട്ടുള്ളത്. അല്ലെങ്കിൽ പ്രത്യേകിച്ച് അതിനകത്ത് കാര്യമായിട്ടുള്ള പുറത്തുനിന്ന് ഒന്നും ചോദിച്ചിട്ടില്ല, പുറത്തുള്ള ചുരങ്ങളൊന്നും ചോദിച്ചിട്ടില്ല. എല്ലാം ഈ ടെക്സ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്ന ഈ 4 ചുരങ്ങളും അത് കണക്ട് ചെയ്യുന്ന കണക്ട് ചെയ്യുന്ന പ്രദേശങ്ങളല്ല ചോദിച്ചത്, ആ ചുരങ്ങൾ സ്ഥിതി ചെയ്യുന്ന മലനിരകളാണ് ചോദിച്ചിട്ടുള്ളത്. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചുരങ്ങൾ സ്ഥിതി ചെയ്യുന്ന മലനിരകളാണ് ഇപ്രാവശ്യം അവർ ചോദിച്ചത്. സാധാരണ കണക്ട് ചെയ്യുന്ന പ്ലേസസ് ആണ് ചോദിക്കുന്നത്, ഇവിടെ മലനിരകളാണ് ചോദിച്ചത്. ഇതെല്ലാം ഈ നമ്മുടെ നോർത്തിലെ ഹിമാലയം അടങ്ങിയ അല്ലെങ്കിൽ ഹിമാലയം സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തെ ചുരങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നത് ഈ ജമ്മുവിനെ ശ്രീനഗറിലേക്ക് കണക്ട് ചെയ്യുന്നു. ഇതിന്റെ ഇടയ്ക്ക് വരുന്ന പാസ്സാണ് അതെ, ഈ പോകുന്ന വഴിയിൽ ഇടയ്ക്ക് വരുന്ന പാസ്സാണ് ബെനിഹൽ പാസ്. ജമ്മുവിനെ ശ്രീനഗറിലേക്ക് കണക്ട് ചെയ്യുന്ന ഇടയ്ക്ക് വരുന്ന പാസ്സാണ് ബെനിഹൽ പാസ്. ഈ ബെനിഹൽ പാസ് ഉള്ള സ്ഥലത്താണ് ഈ പീർ പാഞ്ചാൽ മലനിരകൾ വരുന്നത് കേട്ടോ. പീർ പാഞ്ചാൽ. പിന്നെ ഇപ്പത്തേക്ക് നോക്കുക, ശ്രീനഗർ, ഇത് ശ്രീനഗറാണല്ലോ. ശ്രീനഗറിനെ ഇങ്ങോട്ട് കണക്ട് ചെയ്യുന്നു ലേയിലേക്ക്, ശ്രീനഗറിനെ കാർഗിലേക്ക്. ലേയിലേക്കല്ല, കാർഗിൽ. ഇത് കാർഗിലാണ്, ലഡാക്കിൽ കാർഗിൽ. ഇത് ശ്രീനഗർ, ജമ്മുവിൽ ശ്രീനഗർ അല്ലെ. ഇവിടെ വരുന്ന പാസ്സാണ് ഈ പാസ്സാണ് സോജില പാസ്. സോജില പാസ് സ്ഥിതി ചെയ്യുന്നത് ഈ മലനിരയാണ് ഗ്രേറ്റ് ഹിമാലയം. ഏതാണ്? ഗ്രേറ്റ് ഹിമാലയം. പിന്നെ കാർഗിലിൽ നിന്ന് ലേയിലേക്ക്, തന്നെ ഇങ്ങോട്ട് ലേയിലേക്ക്, കാർഗിലിൽ നിന്ന് ലേയിലേക്ക് പോകാൻ വേണ്ടിയുള്ള പാസ് തന്നെ ഇവിടെ വരുന്നു. ഈ പാസ് കാർഗിലിൽ നിന്ന് ലേയിലേക്ക്.
അത് വരുന്നത് എവിടെയാണ്? സസ്കർ റേഞ്ചിലാണ്. ഏത് റേഞ്ചിലാണ് വരുന്നത്? യെസ്, സസ്കർ റേഞ്ചിലാണ് വരുന്നത്. പിന്നെ ദേ ലേയിൽ നിന്ന് സിയാച്ചിനിലേക്ക്, ലേയിൽ നിന്ന് ഇങ്ങനെ സിയാച്ചിനിലേക്ക് പോകുന്ന വഴിക്കുള്ള പാസ്, തണ്ടി പാസ്. ആ പാസ് എവിടെ വരുന്നത്? യെസ്, അത് വരുന്നത് ലഡാക്ക് റേഞ്ചിലാണ്. എവിടെ വരുന്നു? ലഡാക്ക് റേഞ്ചിൽ വരുന്നു. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മുടെ ആ ഒരു ജമ്മു ലഡാക്ക് റീജിയനിലെ പാസസ് ആണ് ഇതെല്ലാം. കൃത്യമായിട്ട് ടെക്സ്റ്റിനകത്ത് അത് പറയുന്നുണ്ട്, പ്രതിപാദിക്കുന്നുണ്ട്. പാസ് എന്ന ഭാഗത്തു നിന്ന് മറ്റൊരു ചോദ്യം കൂടെ. ഹൗ മെനി പേഴ്സ് ഗിവൺ ബിലോ ആർ കറക്റ്റ്ലി മാച്ച്ഡ്? എത്ര പേരാണ് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യുന്നത്? ഒന്ന് ബെനിഹൽ ജമ്മു കാശ്മീരിലാന്ന് പറയുന്നു. സ്ഥലം മാത്രമേ പറയുന്നുള്ളൂ, സ്റ്റേറ്റ് അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശം മാത്രമേ പറയുന്നുള്ളൂ. ബെനിഹൽ എങ്ങോട്ടാ കണക്ട് ചെയ്യുന്നത്? ബെനിഹൽ എവിടെയാന്ന് പറയുന്നത്? ജമ്മു കാശ്മീർ. ലിപ്പുലേക്ക് സിക്കിമിലാന്ന് പറയുന്നു. റോക്താങ് ഹിമാചൽ പ്രദേശിലാന്ന് പറയുന്നു. ഷിപ്കിൽ അരുണാചൽ പ്രദേശിലാന്ന് പറയുന്നത്. എത്രയാണ് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്തിട്ടുള്ളത്? നമ്മൾ ബെനിഹലിനെ പറ്റി പറഞ്ഞതേ ഉള്ളൂ, ജമ്മു കാശ്മീരിലാണെന്ന് പറഞ്ഞതേ ഉള്ളൂ അല്ലെ. ജമ്മുവിനെ ശ്രീനഗറിലേക്ക് കണക്ട് ചെയ്യുന്ന ജമ്മു കാശ്മീരിൽ വരുന്ന ഒരു പാസ്സാണ് ബെനിഹൽ. അപ്പൊ ഒന്ന് ശരിയാണ്, ഒരു പേര് ശരിയാണ്. ലിപ്പുലേക്ക് അറിയാവോ? ഉത്തരാഖണ്ഡിനെ ടിബറ്റിലേക്ക് കണക്ട് ചെയ്യുന്ന പാസ്സാണ് ലിപ്പുലേക്ക്. അപ്പൊ ഇതെന്ത്? സിക്കിമിലല്ല. ഇത് ശരിയാണ്, ഇത് സിക്കിമിലല്ല, ഉത്തരാഖണ്ഡിലാണ്. റോക്താങ് പാസിനെ പറ്റി അറിയാവോ? റോക്താങ് പാസ് കുളു വാലിനെ ലാഹുൽ സ്പിതി വാലിയിലേക്ക് കണക്ട് ചെയ്യുന്ന പാസ്സാണ് റോക്താങ് പാസ്. അത് ഹിമാചൽ പ്രദേശിലാണ് വരുന്നത്, അതും ശരിയാണ്. ഓക്കെ, അപ്പൊ രണ്ട് പേര് ശരിയായി. ഇനി ഷിപ്കില പാസിനെ പറ്റി അറിയാവോ? ഷിപ്കില ഹിമാചൽ പ്രദേശിനെ ടിബറ്റിലേക്ക് കണക്ട് ചെയ്യുന്നത്, ഒരിക്കലും അരുണാചൽ പ്രദേശിലല്ല ഷിപ്കില അല്ലെ. സോ അതും തെറ്റാണ്. അപ്പൊ രണ്ട് പേര് ശരിയാണ്. only 2 pairs എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. only 2 pairs. അപ്പൊ എത്ര പേഴ്സ് ശരിയാണ്? only 2 pairs. ഓപ്ഷൻ ബി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ കേട്ടോ. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം നല്ലൊരു ചോദ്യമായിരുന്നു. ഇതും ഒരു മാച്ച് ദി ഫോളോയിങ് ആണ്. ലിസ്റ്റ് 1ഉം ലിസ്റ്റ് 2ഉം അതിനകത്ത് സെലക്ട് ദ കറക്റ്റ് ആൻസർ യൂസിങ് ദ കോഡ്സ് ഗിവൺ ബിലോ. ഓക്കെ, നമുക്ക് നോക്കാം. ധൂപ്ഘട്ട്, ഗുരുശിഖർ, ആനമുടി, ദോഡബട്ട ഒരു സൈഡ് തന്നേക്കുന്നു. അടുത്ത സൈഡ് നീലഗിരി, സത്പുര, ആരവല്ലി, ആനമല. അണ്ണാമലയല്ല, ആനമല. അത് പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്. അണ്ണാമല എന്ന് പറഞ്ഞ വരത്തില്ല, ആനമല എന്ന് പറഞ്ഞാണ് വരുന്നത്. ഓക്കെ, ഇത് നോക്കാവേ. ധൂപ്ഘട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ധൂപ്ഗർ അല്ലെങ്കിൽ ധൂപ്ഘട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? സത്പുര നിരകളിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ധൂപ്ഘട്ട്. സത്പുരയിലെ സുഖവാസ കേന്ദ്രമാണ് പച്മർഹി എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടില്ലേ? പച്മർഹി അല്ലെങ്കിൽ പച്മഠി, അതൊക്കെ സത്പുരയിലെ സുഖവാസ കേന്ദ്രമാണ്. ധൂപ്ഘട്ട് സത്പുരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ്. സോ നമുക്ക് ഒരെണ്ണം അറിയാം എന്ന് വിചാരിക്കുക, അത് കണക്ട് ചെയ്തു. 1 ബിയിലേക്ക് കണക്ട് ചെയ്യുന്നത് 2 ഓപ്ഷൻ ഉണ്ട്, ബിയും ഉണ്ട് സിയും ഉണ്ട്. അപ്പൊ നമുക്ക് ഒരെണ്ണം അറിയാവുന്നത് കൊണ്ട് ആൻസറിലേക്ക് എത്താൻ പറ്റത്തില്ല. ബാക്കി ഏതെങ്കിലും അറിയാമെന്ന് നോക്കിക്കേ. ഗുരുശിഖർ എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു സംഭവമാണ്. ഗുരുശിഖർ ആരവല്ലിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ്, മൗണ്ട് ഗുരുശിഖർ അല്ലെ, ആരവല്ലിയിലെ. അപ്പോൾ 2 സിയിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരെണ്ണേ ഉള്ളൂ. ഇതിൽ ഈ 2 അറിയാമെങ്കിൽ നമുക്ക് ആൻസർ കിട്ടി. ബാക്കി നമ്മൾ നോക്കുക പോലും വേണ്ട അല്ലെ. 2 സിയിലേക്ക് കണക്ട് ചെയ്യുന്ന വേറെ ഒന്നുമില്ല. പിന്നെ ഉള്ളത് മുകളിലെ 2 സി, അത് പക്ഷെ അപ്പം 1 ഡി അവിടെ കൊടുത്തേക്കുന്നത്. അപ്പൊ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലെ. 2 സിയിലേക്ക് കണക്ട് ചെയ്യുന്നു. അടുത്തത് ആനമുടി എന്ന് പറയുന്നത് എന്താണ്? ആനമുടി പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ്. ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഏലമല, ആനമല, പളനി കുന്നുകളുടെ സംഗമ സ്ഥാനത്താണ്. ഇവിടെ ആനമല കൊടുത്തിട്ടുണ്ട്. ആനമുടിയുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നത് ഇത് മാത്രമേ ഉള്ളൂ. യെസ്, അത് ആനമല മാത്രമേ ഉള്ളൂ. ഇനി ദോഡബെട്ട അറിയാലോ, ഊട്ടിയിലാണ്, തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട ഒരു കൊടുമുടി അല്ലെ. ദോഡബെട്ടയുടെ പ്രത്യേകത എന്താണ്? ഊട്ടിയിലെ നീലഗിരി ഹിൽസിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഇത്, ദോഡബെട്ട. അപ്പോൾ 1 ബിയിലേക്ക് കണക്ട് ചെയ്യുന്നു. ഓപ്ഷൻ സി നോക്കിക്കോ. 1 നമ്മൾ ധൂപ്ഘട്ട് ബിയിലേക്ക് കണക്ട് ചെയ്തു. 2 ഗുരുശിഖർ സിയിലേക്ക് കണക്ട് ചെയ്തു. 3 ആനമുടി ആനമലയിലേക്ക് കണക്ട് ചെയ്തു. ദോഡബെട്ട നീലഗിരിയിലേക്ക്. 4 എ. ഓരോന്നും മനസ്സിലായില്ലേ? ധൂപ്ഘട്ട് സത്പുരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി, ഗുരുശിഖർ ആരവല്ലിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി, ആനമുടി, ആനമല, ഏലമല, പളനി മല എന്ന് അറിയപ്പെടുന്ന 3 മലകളുടെ അല്ലെങ്കിൽ 3 പർവ്വതനിരകളുടെ സംഗമ സ്ഥാനത്താണ് ആനമുടി ഉള്ളത്. ദോഡബെട്ട അറിയാമല്ലോ, നീലഗിരി കുന്നുകളിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ദോഡബെട്ട. ക്ലിയർ? സോ ഇതിൽ നിന്ന് നമ്മുടെ ആൻസർ നമുക്ക് കിട്ടി. ഓപ്ഷൻ സി ആണ് ആൻസർ എന്ന് പറയുന്നത് കേട്ടോ. ഓപ്ഷൻ സി ആണ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നദികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്, നമുക്ക് നോക്കാം. നല്ലൊരു ചോദ്യമായിരുന്നു. ഇതും ചേരുംപടി ചേർക്കുകയാണ്. ഒത്തിരി മാച്ച് ദി ഫോളോയിങ് വരുന്നുണ്ട് ഇന്ത്യൻ ജോഗ്രഫിയിൽ. ചിനാബ്, ചമ്പൽ, ബ്രഹ്മപുത്ര, നർമ്മദ ഒരു സൈഡ്. പട്ടിക 1. പട്ടിക 2 സാങ്പോ, ദുവാന്തർ, ബാരാലാച്ച, ബാഡലാൻഡ്. നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? ആദ്യം നമുക്കറിയാവുന്ന ഇതിനകത്ത് എത്ര ഉണ്ടെന്ന് നോക്കണം.
ഇപ്പൊ നോർമലി എല്ലാവർക്കും അറിയാവുന്ന കാര്യം ഞാൻ പറയാം. ഒന്ന് ബ്രഹ്മപുത്ര മിക്കവർക്കും അറിയാവുന്ന ഫാക്ടുകൾ ബ്രഹ്മപുത്രയുമായി ബന്ധപ്പെട്ടുണ്ട്. നർമ്മദയുമായി ബന്ധപ്പെട്ട് കുറെ ഫാക്ടുകൾ കൂടുതൽ ആളുകൾക്ക് അറിയാം. ബാക്കി രണ്ടും വിട്ടേക്കെ. ബ്രഹ്മപുത്രമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഇവിടെ ഏതാ ഉള്ളത്? സാങ്പോ. നിങ്ങൾ ആദ്യം അത് കണക്ട് ചെയ്യണം. സി 1ലേക്ക് കണക്ട് ചെയ്തു. സാങ്പോ സി 1ലേക്ക് കണക്ട് ചെയ്യുന്ന എത്ര ഓപ്ഷൻ ഉണ്ടെന്ന് നോക്കിക്കേ. എ എന്നറിയപ്പെടുന്ന ഒന്നാമത്തെ കോഡ് ഇത് എ എന്ന് പറയുന്നത് C1ലേക്ക് കണക്ട് ചെയ്യുന്നു. ബി എന്ന് പറയുന്നതും C1ലേക്ക് കണക്ട് ചെയ്യുന്നു. അപ്പൊ എയോ സിയോ ആണ് നമ്മുടെ ആൻസർ. വേറെ ഒന്നും വരത്തില്ല. നർമ്മദയെ പറ്റി ആർക്കെങ്കിലും അറിയാവുന്ന ഫാക്ട്, നർമ്മദയെ പറ്റി അറിയാവുന്ന ഒരു കാര്യം ഇതിനകത്ത് ഏതാ കിടക്കുന്നത്? ദുവാന്തർ വെള്ളച്ചാട്ടം. ജബൽപൂരിനടുത്ത് മാർബിൾ ഫാൾസ് അല്ലെങ്കിൽ ദുവാന്തർ ഫോൾസ് എന്നറിയപ്പെടുന്ന ഒരു വെള്ളച്ചാട്ടം ഉണ്ട് നർമ്മദയിലെ. ഡി എന്തിലേക്ക് 2ലേക്ക് 2ലേക്ക് കണക്ട് ചെയ്തു. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. എയും ബിയും ഡി 2ലേക്ക് കണക്ട് ചെയ്യുന്നുള്ളൂ കേട്ടോ. എ ഓപ്ഷനും ഇതും എ ഓപ്ഷനും ബി ഓപ്ഷനും ഡി 2ലേക്ക് കണക്ട് ചെയ്തു. അപ്പൊ നമ്മള് ചമ്പലിനെ പറ്റിയോ ചെനാബിനെ പറ്റിയോ എന്തെങ്കിലും അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിനകത്ത് ഏതാ കൂടുതൽ അറിയാൻ ചാൻസ് ഉള്ളത് ഏതാണ്? ഞാൻ സ്ഥിരമായിട്ട് പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ യൂട്യൂബ് ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ബാഡ്ലാൻഡ് ടോപ്പോഗ്രഫി അല്ലെങ്കിൽ നിഷ്മല ഭൂപ്രദേശങ്ങൾ ഏത് നദിയുമായി ബന്ധപ്പെട്ടതാണ്? മാൾവ പീഠഭൂമിയിലല്ലേ? മാൾവ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന നദി ചമ്പലാണ്. ചമ്പൽ നദിയാണ് ബാഡ്ലാൻഡ് ടോപ്പോഗ്രഫി നിഷ്മല ഭൂപ്രദേശങ്ങൾ മാൾവ പീഠഭൂമിയിൽ നിർമ്മിക്കുന്നത്. ചമ്പൽ നദിയാണ് ഈ നിഷ്മല ഭൂപ്രദേശങ്ങൾ നിർമ്മിക്കാൻ കാരണം. മാൾവ പീഠഭൂമിയാണ് ഇന്ത്യയിൽ ഏറ്റവും അധികം ബാഡ്ലാൻഡ്സ് ഉള്ളത്. മാൾവ പീഠഭൂമിയാണ് ഇന്ത്യയിൽ ഏറ്റവും അധികം ബാഡ്ലാൻഡ്സ് ഉള്ളത്. നിഷ്മല ഭൂപ്രദേശങ്ങൾ നിർമ്മിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം, ഈ മാൾവ പീഠഭൂമിയിൽ നിർമ്മിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ ചമ്പൽ നദിയാണ്. ബി 4ലേക്ക് കണക്ട് ചെയ്യുന്ന ഒരെണ്ണേ കാണത്തുള്ളൂ ഉറപ്പായിട്ടും. അത് ഏതാണ്? ബി 4ലേക്ക് കണക്ട് ചെയ്യുന്നത് ഓപ്ഷൻ ബി. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ബാക്കി ഇനി ഇത് നമുക്ക് ചമ്പൽ, ചെനാബ് അല്ലേ? പിന്നെ ചെനാബ് നദിയാണ് സിന്ധുവിന്റെ ഒരു പോഷക നദിയാണ് ചെനാബ്. ചെനാബ് കണക്ട് ചെയ്യാൻ പറ്റുന്നത് എങ്ങോട്ട്? ബാരാലാച്ച പാസിലേക്ക് മാത്രമാണ്. ഈ ചിനാബ് നദി ഉത്ഭവിക്കുന്നത് ബാരാലാച്ച പാസിൽ നിന്നാണ്. ഹിമാചൽ പ്രദേശില് ബാരാലാച്ച എന്നറിയപ്പെടുന്ന പാസ് ഉണ്ട്. അവിടെ നിന്നാണ് ചിനാബ് റിവർ ഉത്ഭവിക്കുന്നത് അല്ലെ? അപ്പൊ നമ്മുടെ ആൻസർ തരുന്നത് ഓപ്ഷൻ ബി ആണ്. A3 B4 C1 D2 ഓരോന്നിന്റെ കണക്ടിവിറ്റി എന്താണെന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തന്നു. ഓരോന്നും കണക്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ്, എന്തിലേക്കാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ശ്രദ്ധിച്ചോളുക. നമുക്ക് നോക്കാം. A3 ചിനാബ് ബാരാലാച്ച പാസ് ഉത്ഭവ സ്ഥാനമാണെന്ന് പറഞ്ഞു. B4 നോക്കിക്കേ, ബി ചമ്പല് ബാഡ്ലാൻഡ് ഭൂപ്രകൃതി. B4 C1 നോക്കിക്കേ, ബ്രഹ്മപുത്ര ടിബറ്റിൽ അറിയപ്പെടുന്ന പേരാണ് ബ്രഹ്മപുത്ര. ടിബറ്റിൽ അറിയപ്പെടുന്ന പേരാണ് എവിടെ? ടിബറ്റിൽ അറിയപ്പെടുന്ന പേരാണ് സാങ്പോ. ബ്രഹ്മപുത്ര ടിബറ്റ് അറിയപ്പെടുന്ന പേരാണ് സാങ്പോ. ശുദ്ധീകരിക്കുന്നവൻ, പ്യൂരിഫയർ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം കേട്ടോ. പിന്നെ ഡി നർമ്മദ ദുവാന്തർ വെള്ളച്ചാട്ടം. മാർബിൾ ഫോൾസ് എന്നൊക്കെ അറിയപ്പെടുന്നു അല്ലെ? ദുവാന്തർ വെള്ളച്ചാട്ടം എവിടെയാണ്? മധ്യപ്രദേശിലാണ്. ജബൽപൂരിനടുത്താണ് ദുവാന്തർ വെള്ളച്ചാട്ടം. നർമ്മദയിലെ പ്രസിദ്ധമായിട്ടുള്ള വെള്ളച്ചാട്ടമാണ് ദുവാന്തർ വെള്ളച്ചാട്ടം എന്നുള്ള കാര്യം ഓർക്കുക. മാർബിൾ ഫോൾസ് എന്ന് ഇത് അറിയപ്പെടുന്നു. ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്തത് ഒരു നോർമൽ ക്വസ്റ്റൻ ആണ്. ഇതൊരു LDC ലെവൽ ക്വസ്റ്റൻ ആണ്. ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. ദ ട്രോപ്പിക് ഓഫ് ക്യാൻസർ പാസസ് ത്രൂ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്? 8 സ്റ്റേറ്റ്സിലൂടെ കടന്നു പോകുന്നുണ്ട്, നമുക്കെല്ലാം അറിയാം. അതിൽ ഏതൊക്കെ സ്റ്റേറ്റ്സിൽ, ഇതിൽ തന്നിരിക്കുന്ന ഏതൊക്കെ സ്റ്റേറ്റ്സിലൂടെ ട്രോപ്പിക് ഓഫ് ക്യാൻസർ കടന്നു പോകുന്നുണ്ട് എന്നാണ് ചോദ്യം. ഗുജറാത്ത്, രാജസ്ഥാൻ, ത്രിപുര, മഹാരാഷ്ട്ര 4 ഉണ്ട്. ഏതിലൊക്കെ കടന്നു പോകുന്നു? 1, 2, 3 അല്ലെ? ഗുജറാത്ത്, രാജസ്ഥാൻ, ത്രിപുര ഈ 3 സംസ്ഥാനങ്ങളിലൂടെ ട്രോപ്പിക് ഓഫ് ക്യാൻസർ കടന്നു പോകുന്നുണ്ട് എന്നുള്ള കാര്യം ഓർക്കുക. ട്രോപ്പിക് ഓഫ് ക്യാൻസർ എത്ര ഡിഗ്രി ആണെന്നറിയാമല്ലോ? 23.5 ഡിഗ്രി, 23.5 ഡിഗ്രി അല്ലെ? നോർത്ത് ലാറ്റിറ്റ്യൂഡിന്റെ പേരാണ് 23.5 ഡിഗ്രി. നോർത്ത് ലാറ്റിറ്റ്യൂഡിന്റെ പേരാണ്. ട്രോപ്പിക് ഓഫ് ക്യാൻസർ കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, ത്രിപുര, മിസോറാം. അങ്ങനെ 8 സംസ്ഥാനങ്ങളിലൂടെ ട്രോപ്പിക് ഓഫ് ക്യാൻസർ കടന്നു പോകുന്നു. മഹാരാഷ്ട്രയിലൂടെ ഇല്ല കേട്ടോ. മഹാരാഷ്ട്രയിലൂടെ ഇല്ല. പിന്നെ വേറെ ഏതാണ്? ഒഡീഷയിലൂടെ ഇല്ല. കടന്നു പോകുന്ന ഏതൊക്കെയാണ്? ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, ത്രിപുര, മിസോറാം. ബാക്കി മുകളിലുള്ള ഇപ്പം എവിടെയാണ്? ഉത്തർപ്രദേശ് ഇല്ല, ബീഹാർ ഇല്ല. ക്ലിയർ? അപ്പൊ ഈ 8 സംസ്ഥാനങ്ങൾ കൃത്യമായിട്ട് ഓർക്കാനായിട്ട് ശ്രമിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ഇന്ത്യൻ റിവേഴ്സ് ഈസ് നോട്ട് ട്രൂ? തെറ്റായ പ്രസ്താവന ചോദിച്ചേക്കുന്നത്. ചിനാബ് ഈസ് ദ ലാർജസ്റ്റ് ട്രിബ്യൂട്ടറി ഓഫ് ദി ഇൻഡസ്. ശരിയാണ്, എല്ലാവർക്കും അറിയാം. ഓൾമോസ്റ്റ് ചിനാബ് ഏറ്റവും ലാർജസ്റ്റ് ട്രിബ്യൂട്ടറി, സ്മോളസ്റ്റ് ബിയാസ് ആണ്. ഗോദാവരി ഈസ് ദ ലാർജസ്റ്റ് പെനിൻസുലാർ റിവർ ഇൻ ഇന്ത്യ. ശരിയാണ്. ഇന്ത്യയിലെ ഏറ്റവും പെനിൻസുലാർ ഇന്ത്യയിലെ ഉപദ്വീപ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ വലിയ നദിയാണ് ഗോദാവരി. 1465 കിലോമീറ്റർ നീളം ഒഴുകുന്ന ഗോദാവരിയാണ് ഇന്ത്യയിലെ 2ാമത്തെ നീളം കൂടിയ നദിയും ഗംഗ കഴിഞ്ഞാൽ കേട്ടോ. പെനിൻസുലാർ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയും ഉപദ്വീപ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയും ഇന്ത്യയിലെ 2ാമത്തെ നീളം കൂടിയ നദിയും ഗോദാവരിയാണ്. കൃഷ്ണ റൈസസ്
ദ ബ്രഹ്മഗിരി റേഞ്ച് ഓഫ് ദ വെസ്റ്റേൺ ഗട്ട്സ്. കൃഷ്ണ നദി ഉത്ഭവിക്കുന്നത് ബ്രഹ്മഗിരി റേഞ്ചിലാണെന്നാണ് പറയുന്നത്. ഇനി സർദാർ സരോവർ ഡാം ഹാസ് ബീൻ ബിൽറ്റ് ഓവർ നർമ്മദ റിവർ ഇൻ ഗുജറാത്ത്. ശരിയാണല്ലോ അത്. സർദാർ സരോവർ പദ്ധതി നർമ്മദ നദിയിലാണ്. ഇതിനകത്ത് ഏതാണ് തെറ്റപ്പോ? മൂന്നാമത് അല്ലെ, കൃഷ്ണ റിവർ ബ്രഹ്മഗിരി ഹിൽസിലല്ല. കൃഷ്ണ റിവറിന്റെ ഉത്ഭവം എവിടെയാണ് അറിയാവോ ആർക്കെങ്കിലും? നമ്മൾ ഗോദാവരി പഠിച്ചിട്ടുണ്ട്, ത്രയംബകേശ്വർ കുന്നുകൾ. കൃഷ്ണ നദി മഹാബലേശ്വർ കുന്നുകൾ. കാവേരി നദിയാണ് ബ്രഹ്മഗിരി ഹിൽസ്. കേട്ടോ, കാവേരി നദിയാണ് ബ്രഹ്മഗിരി ഹിൽസ്. കൃഷ്ണ നദി മഹാബലേശ്വർ കുന്നുകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. മഹാരാഷ്ട്രയിലാണ് മഹാബലേശ്വർ കുന്നുകൾ. മഹാബലേശ്വർ എന്നെഴുതുന്നില്ലേ? എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ് മഹാബലേശ്വർ കുന്നുകൾ. അപ്പൊ കൃഷ്ണ നദി ഉത്ഭവിക്കുന്നത് മഹാരാഷ്ട്രയിൽ നിന്ന് തന്നെയാണ്. തെലുങ്കു ഗംഗ അല്ലെ, പാതാള ഗംഗ, അർത്ഥഗംഗ എന്നൊക്കെ അറിയപ്പെടുന്നത് കൃഷ്ണ റിവർ ആണ്. ക്ലിയർ അല്ലേ? അൽമാട്ടി ഡാം എപ്പോഴും ചോദിക്കാറുള്ള കൃഷ്ണ നദിയെ പറ്റി. അൽമാട്ടി ഡാം, നാഗാർജുന സാഗർ അണക്കെട്ട് ഒക്കെ ചോദിക്കുന്നത്, സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. കൃഷ്ണ റിവറിനെ സംബന്ധിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. മറ്റൊരു ചോദ്യം, നല്ലൊരു ചോദ്യമാണ്. വിച്ച് അമംഗ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ദ ഗ്രേറ്റ് പ്ലെയിൻസ് ഓഫ് ഇന്ത്യ ആർ കറക്റ്റ്? ഇൻകറക്റ്റ് ആണോ കറക്റ്റ് ആണെന്ന് എപ്പോഴും ശ്രദ്ധിച്ചോണം. കറക്റ്റാ ചോദിച്ചേക്കുന്നത്. ദ ഗ്രേറ്റ് പ്ലെയിൻസ് ഓഫ് ഇന്ത്യ ഇസ് ലൊക്കേറ്റഡ് ടു ദ നോർത്ത് ഓഫ് ശിവാലിക്. ശിവാലിക്കിന്റെ നോർത്തിലാണ് ഗ്രേറ്റ് പ്ലെയിൻസ് ഓഫ് ഇന്ത്യ. ഇറ്റ് ഈസ് ഫോംഡ് ബൈ ദ അലൂവിയം ഡെപ്പോസിറ്റ് ക്യാരിഡ് ഔട്ട് ബൈ റിവേഴ്സ്. നദികൾ കൊണ്ടുവരുന്ന എക്കൽ നിക്ഷേപം കൊണ്ടാണ് ഇത് ഫോം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ന്യൂവർ അലൂവിയം ഡെപ്പോസിറ്റ്സ് ആർ കോൾഡ് ഖാദർ. ദ ബാബർ ഈസ് ലൊക്കേറ്റഡ് ടു ദ സൗത്ത് ഓഫ് ദ ടെറായ് ബെൽറ്റ്. ടെറായ് ബെൽറ്റിന്റെ സൗത്തിലാണ് ബാബർ സ്ഥിതി ചെയ്യുന്നത്. 4 പ്രസ്താവനകൾ. ഒന്നാമത്തെ പ്രസ്താവന, ദ ഗ്രേറ്റ് പ്ലെയിൻസ് ഓഫ് ഇന്ത്യ ആർ ലൊക്കേറ്റഡ് ടു ദ നോർത്ത് ഓഫ് ശിവാലിക്. ശിവാലിക്കിന്റെ നോർത്തിലാണ് ഗ്രേറ്റ് പ്ലെയിൻസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നു. ശരിയാണോ? ഈ ഒരു ചിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ശിവാലിക്കാണ് ഇത്. ശിവാലിക് റേഞ്ച് ഹിമാലയത്തിലെ 3 റേഞ്ചിലെ അവസാനത്തെ റേഞ്ച്. അതിന്റെ സൗത്തിലാണ് നോർത്തേൺ പ്ലെയിൻസ് ഉള്ളത്. അതിലെ ആദ്യ ഭാഗം, ഈ നോർത്തേൺ പ്ലെയിൻസിന്റെ ആദ്യ ഭാഗം ബാബറാണ്. വലിയ പാറക്കല്ലുകൾ കാണപ്പെടുന്ന ഭാഗത്തെ വിളിക്കുന്ന പേരാണ് ബാബർ അല്ലെ. വലിയ പാറ കഷ്ണങ്ങൾ സ്ഥിതി ചെയ്യുന്ന സമതലത്തിന്റെ ആദ്യ ഭാഗമാണ് ബാബർ. ക്ലിയർ? രണ്ടാമത്തെ പ്രസ്ഥാനം എന്താ പറയുന്നത്? അപ്പൊ ഒന്നാമത്തെ തെറ്റാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലെ. ഒന്നാമത്തെ അപ്പോ തെറ്റാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ശിവാലിക്കിന്റെ നോർത്തിലല്ല, ശിവാലിക്കിന്റെ സൗത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 1 തെറ്റ്. 2, ഇറ്റ് ഈസ് ഫോംഡ് ബൈ ദ അലൂവിയം ഡെപ്പോസിറ്റ്സ് ക്യാരിഡ് ഔട്ട് ബൈ റിവേഴ്സ്. അത് പ്രത്യേകിച്ച് പരിഗണിക്ക് നമ്മൾ നോക്കേണ്ട കാര്യമൊന്നുമില്ല. ശരിയാണ് അല്ലെ. നദികൾ കൊണ്ടുവരുന്ന എക്കൽ നിക്ഷേപങ്ങൾ കൊണ്ടാണ് ഈ സമതലം രൂപപ്പെട്ടിട്ടുള്ളത്. ന്യൂവർ അലൂവിയം, പുതിയ എക്കലിനെ ഖാദർ എന്ന് വിളിക്കുന്നു. ശരിയാണ്. പുതിയ എക്കലിനെ ഖാദർ എന്നും പഴയ എക്കലിനെ ഭങ്കർ എന്നും വിളിക്കുന്നു എന്ന് നമ്മൾ LDC എക്സാംസിനും LGSനും ഒക്കെ ആയിട്ട് പഠിക്കുന്ന ഒരു പോയിന്റാണ്. ഇത് ഡിഗ്രി ലെവലിന്റെ മാത്രം പോയിന്റ് ഒന്നും അല്ല. ഇത് ഓൾമോസ്റ്റ് എല്ലാ PSC എക്സാംസിനും നമ്മൾ പഠിക്കുന്നതാണ്. പിന്നെ ബാബർ ഈസ് ലൊക്കേറ്റഡ് ടു ദ സൗത്ത് ഓഫ് ടെറായ് ബെൽറ്റ്. ബാബർ ടെറായ് ബെൽറ്റിന്റെ സൗത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അത് നമുക്ക് നോക്കിക്കളയാം. ബാബർ സ്ഥിതി ചെയ്യുന്നത് ടെറായ് ബെൽറ്റിന്റെ സൗത്തിലാണ്. ആണോ? അതെ, ബാബർ സ്ഥിതി ചെയ്യുന്നത് ടെറായ് ബെൽറ്റിന്റെ നോർത്തിലാണ്. ടെറായ്ക്ക് സൗത്തിൽ വരുന്ന ആരൊക്കെയാണ്? ടെറായ്ക്ക് സൗത്തിലായിട്ട് വരുന്നത് ബങ്കറും ഖാദറുമാണ്. ബങ്കറും ഖാദറുമാണ് ടെറായ്ക്ക് സൗത്തിൽ വരുന്നത്. ടെറായ്ക്ക് നോർത്തിലാണ് ശരിക്കും ബാബർ ഉള്ളത്. അപ്പൊ ബാബറിന്റെ സൗത്തിൽ ടെറായി, ടെറായ്ക്ക് സൗത്തിൽ ഈ പറഞ്ഞ ബങ്കറും ഖാദറും. ക്ലിയർ അല്ലേ? അപ്പം ശിവാലിക്കിന് സൗത്ത് ബാബർ, ബാബറിന്റെ സൗത്ത് ടെറായി, ടെറായ്ക്ക് സൗത്ത് ഈ പറഞ്ഞ 2 ബങ്കറും ഖാദറും. അങ്ങനെയല്ലേ ഓർഡർ വന്നേക്കുന്നത്? കേട്ടോ, ആ ഓർഡർ കൃത്യമായിട്ട് ഇവിടെ നമുക്ക് കാണാം. അപ്പൊ ഇത് പ്രകാരം ഏതൊക്കെ ശരി ഏതൊക്കെ തെറ്റ് നമുക്ക് കറക്റ്റാ വേണ്ടത്. ഒന്നാമത്തെ ശരിയാണ്, രണ്ടാമത്തെ ശരിയാണ്, ഒന്നാമത്തെ തെറ്റാണ്. ഒന്നാമത്തെ നോർത്ത് അല്ലല്ലോ, സൗത്ത് ഓഫ് ശിവാലിക്കാണ്. രണ്ടാമത്തെ ശരിയാണ്. പിന്നെ മൂന്നാമത്തെ ശരിയാണ്, 4മത്തെ തെറ്റാണ്. അപ്പൊ 2ഉം 3ഉം ശരി എന്നുള്ള ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി. 2ഉം 3ഉം ശരി അല്ലെ. 2ഉം 3ഉം ശരി, 2ഉം 3ഉം ശരി എന്നുള്ള ഓപ്ഷൻ സി ആണ്. നമ്മുടെ ആൻസർ കിട്ടി. ക്ലിയർ? അടുത്ത ചോദ്യം, The world's highest railway bridge is recently being constructed in India above which of the following rivers? ഈ അടുത്ത കാലത്ത് നടന്ന ഒരു 3ഓ 4ഓ പരീക്ഷയിൽ ഈ ഒരു ചോദ്യം ചോദിച്ചു. കാരണം ഇതൊരു ജോഗ്രഫി എന്നുള്ള ഒരു റീസെന്റ് കറണ്ട് അഫയർ ആണ്. നല്ലൊരു ചോദ്യമാണ്. ഇന്ത്യയിൽ ലോകത്തിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ബ്രിഡ്ജ് നിലവിൽ ഇന്ത്യയിൽ ഒരു നദിക്ക് മുകളിലാണ്. ഏത് നദിയാണത്? ചിനാബാണ് അല്ലെ. ഇത് എവിടെയാണെന്ന് വേണമെങ്കിലും ചോദിക്കാൻ. ജമ്മു കാശ്മീരാണ്. എവിടെയാണ് ഈ ബ്രിഡ്ജ് ഉള്ളത്? ജമ്മു കാശ്മീരാണ്. കേട്ടോ, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ബ്രിഡ്ജ് ചിനാബ് നദിക്ക് കുറുകെയാണ് നിലവിൽ. അത് ഏത് പ്രദേശത്താണ്? ഏത് സംസ്ഥാനം അല്ലെങ്കിൽ ഏത് കേന്ദ്രഭരണ പ്രദേശത്താണെന്ന് ചോദിച്ചാൽ അത് ജമ്മു കാശ്മീരിലാണ്. മറ്റൊരു ചോദ്യം, വീണ്ടും ചുരങ്ങൾ. ഇതൊരു ചോദ്യം. വിച്ച് മൗണ്ടൻ പാസ് ഇൻ സിക്കിം ലൊക്കേറ്റഡ് അറ്റ് ആൻ എലിവേഷൻ ഓഫ് 4310 മീറ്റർ ഫോംസ് പാർട്ട് ഓഫ് ആൻ ഓഫ്ഷൂട്ട് ഓഫ് ദ ഏൻഷ്യന്റ് സിൽക്ക് റൂട്ട്? പട്ടുതുണിപ്പാത, പുരാതന സിൽക്ക് റൂട്ടിന്റെ ഭാഗമായിട്ട് വരുന്ന ഇന്ത്യയിലെ ഒരു ചുരം ഏതാണെന്നാ ചോദിച്ചേക്കുന്നത് അല്ലെ. ഏതാണ് ആ ചുരം? സിക്കിമിലാണ് ആ ചുരം വരുന്നത്. സിക്കിമിൽ 2 ചുരങ്ങളോട് കൊടുത്തിട്ടുണ്ട്, നാദുലയും ജലപ്ലയും കൊടുത്തിട്ടുണ്ട്. ആൻസർ ഏതാണ്?
നാഥുലയാണ് കേട്ടോ. സിൽക്ക് റൂട്ടിന്റെ ഭാഗമായിട്ട് വരുന്ന സിക്കിമിലെ ചുരമാണ് നാഥുല. നാഥുല കണക്ട് ചെയ്യുന്നത് സിക്കിമിനെ എങ്ങോട്ടേക്കാണ്? സിക്കിമിനെ ടിബറ്റിലേക്ക് കണക്ട് ചെയ്യുന്നു. സിക്കിമിനെ ടിബറ്റിലേക്ക് കണക്ട് ചെയ്യുന്ന ചുരമാണ് നാഥുല. നാഥുല സിൽക്ക് റൂട്ടിന്റെ ഭാഗമായിട്ട് വരുന്ന ചുരമാണ് കേട്ടോ. സിൽക്ക് റൂട്ടിന്റെ ഭാഗമായിട്ട് വരുന്ന ചുരമാണ് ഏത്? നാഥുല. സിക്കിമിൽ തന്നെ മറ്റൊരു ചുരം ഇവിടെ കൊടുത്തിട്ടുണ്ട്, ജലപ്ല. റോക്താങ് ചുരം ഹിമാചൽ പ്രദേശിലാണ്. റോക്താങ് ചുരം അറിയാമല്ലോ. വീണ്ടും ഷിപ്കില. ഷിപ്കില എവിടെയാണ്? ഷിപ്കില ഹിമാചൽ പ്രദേശിലാണ്. അപ്പൊ നാഥുല സിക്കിമിലാണ്. നമ്മുടെ പട്ടുതുണി പാതയുടെ സിൽക്ക് റൂട്ടിന്റെ ഭാഗമായിട്ട് വരുന്ന ചുരമാണ്. സിക്കിമിനെ ടിബറ്റിലേക്ക് കണക്ട് ചെയ്യുന്നു നാഥുല കേട്ടോ. ഷിപ്കില ഹിമാചൽ പ്രദേശിനെ ടിബറ്റിലേക്ക് കണക്ട് ചെയ്യുന്നു. മാറിപ്പോരുന്നത്. റോക്താങ് ചുരം എവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണ് വരുന്നത്. റോക്താങ് ചുരം നമ്മൾ പഠിച്ചാണ്. റോക്താങ് ചുരം കുറച്ച് മുമ്പ് പറഞ്ഞായിരുന്നു. കുളു വാലിനെ എങ്ങോട്ട് കണക്ട് ചെയ്യുന്നു? കുളു വാലിനെ ലാഹുൽ സ്പിതി വാലിയിലേക്ക് കണക്ട് ചെയ്യുന്നു അല്ലെ. ജലപ്ല ഇതുപോലെ സിക്കിമിനെ തന്നെ ടിബറ്റിലേക്ക് കണക്ട് ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സിക്കിമിലെ ചുരമാണ് ജലപ്ല. ഇനി മറ്റൊരു ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്? വീണ്ടും കറക്റ്റ് ആണോ ഇൻകറക്റ്റ് ആണോ നോക്കണേ. എന്തിനെ പറ്റി? അലൂവിയൽ സോയിലിനെ പറ്റി. അലൂവിയൽ സോയിൽ വേരി ഇൻ നേച്ചർ ഫ്രം സാൻഡി ലോം ടു ക്ലേ. അലൂവിയൽ സോയില് ഒരു സാൻഡിന്റെ, ഒരു മണ്ണിന്റെ എല്ലാ ഫോമും, സാൻഡ് തൊട്ട് ക്ലേ, സാൻഡി, ലോമ്, ക്ലേ തുടങ്ങിയ എല്ലാ ഫോമിലേക്കും വേരി ചെയ്യുന്ന മണ്ണാണ് അലൂവിയൽ സോയിൽ. ഇപ്പൊ സാൻഡിന് പല ഫോമുണ്ട് അല്ലെ, മണ്ണിന് പല ഫോമുണ്ട്. സാൻഡ്, പിന്നെ ലോമ്, പിന്നെ ക്ലേ, അങ്ങനെ പല ഫോമുണ്ട്. അതിൽ എല്ലാ ഫോമിലേക്കും മാറ്റപ്പെടുന്ന ഒരു സോയിലാണ് അലൂവിയൽ സോയിൽ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ശരിയാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ്. വീണ്ടും ഖാദറും ബങ്കറും വരുന്നു. ഖാദർ ഈസ് ദ ന്യൂ അലൂവിയം ആൻഡ് ഈസ് ഡെപ്പോസിറ്റഡ് ബൈ ഫ്ലഡ്സ് ആനുവലി. ശരിയാണ്. ബങ്കർ റെപ്രസെന്റ് എ സിസ്റ്റം ഓഫ് ഓൾഡർ അലൂവിയം. ശരിയാണ്. ബങ്കർ ഓൾഡർ അലൂവിയം, അതും ശരിയാണ്. നാലാമത്തെയാണ് സംശയമുള്ളത്. ദേ ആർ, അതായത് അലൂവിയൽ സോയിൽ ആർ ലോമി ആൻഡ് ക്ലേ ഇൻ ദ ലോവർ ആൻഡ് മിഡിൽ ഗംഗാ പ്ലെയിൻ ആൻഡ് ദ ബ്രഹ്മപുത്ര വാലി. ഇത് ഗംഗാ പ്ലെയിനിലും ബ്രഹ്മപുത്ര പ്ലെയിനിലും, മിഡിൽ ഗംഗാ പ്ലെയിനിലും, അതുപോലെ തന്നെ ലോവർ ഗംഗാ പ്ലെയിനിലും ബ്രഹ്മപുത്ര പ്ലെയിനിലും ഇത് ലോമി ആൻഡ് ക്ലേ ആണ്. ബാക്കി സാൻഡി ഫോമിലേക്കൊന്നും പോകുന്നില്ല. ലോമി ആൻഡ് ക്ലേ ആണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് എവിടെ നിന്നാണ് ഇതൊരു പുസ്തകത്തിൽ നിന്ന് കോപ്പി ചെയ്തതാണ്. അതെ, സോയിൽസ് എന്ന ഭാഗത്ത് നിന്ന് കോപ്പി ചെയ്തതാണ്. ദീസ് സോയിൽസ്, അതായത് അലൂവിയൽ സോയിൽസ് ആർ മോർ ലോമി ആൻഡ് ക്ലേ ഇൻ ദ ലോവർ ആൻഡ് ദ മിഡിൽ ഗംഗാ പ്ലെയിൻ ആൻഡ് ദ ബ്രഹ്മപുത്ര വാലി. വള്ളി മുള്ളി തെറ്റിച്ചിട്ടില്ല ഉണ്ടോ? These soils are more loamy. These soils are they are more loamy and clayey. കൊടുത്തേക്കുന്നുണ്ട് ഇവിടെ. These soils are more loamy and clayey in the lower and the middle Ganga plain. അത് തന്നെയല്ലേ അപ്പുറം കൊടുത്തേക്കുന്നേ? കേട്ടോ. ലോമി ആൻഡ് ക്ലേ ഇൻ ദ ലോവർ ആൻഡ് മിഡിൽ ഗംഗാ പ്ലെയിൻ ബ്രഹ്മപുത്ര വാലി. കേട്ടോ, പുസ്തകത്തിൽ നിന്ന് ഡയറക്റ്റ് കോപ്പി ചെയ്തേക്കുന്ന സാധനമാണ്. വേറെ എവിടുന്ന് കോപ്പി അടിച്ചിട്ടില്ല, ഡയറക്റ്റ് കോപ്പി ചെയ്തേക്കുന്ന പുസ്തകത്തിൽ നിന്ന്. പുസ്തകത്തിന് സ്ക്രീൻഷോട്ട് ആയിട്ട് തന്നിട്ടുണ്ട്. 1 ശരിയാണ്, 2 ശരിയാണ്, 3 ശരിയാണ്, 4 ശരിയാണ്. ഓൾ ഓഫ് ദി അബോവ് എന്ന ആൻസർ കിട്ടും കേട്ടോ. ഓൾ ഓഫ് ദി അബോവ് ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി അബോവ് ആണ് ആൻസർ. ക്ലിയർ അല്ലേ? ഇനി അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ സോയിൽ കോമൺലി ഫൗണ്ട് ഇൻ ദ ഹ്യൂമിഡ് ഏരിയാസ്? വിച്ച് ഓഫ് ദ സോയിൽ കോമൺലി ഫൗണ്ട് ഇൻ ദ ഹ്യൂമിഡ് ഏരിയാസ് വെയർ ഹാവിംഗ് ഹൈ ടെമ്പറേച്ചർ, നല്ല ഉയർന്ന താപനില, ആൻഡ് ഹെവി റെയിൻഫോൾ, ഓൾട്ടർനേറ്റ് വെറ്റ് ആൻഡ് ഡ്രൈ പീരിയഡ്സ്. അങ്ങനെയുള്ള ഭാഗത്ത് കാണപ്പെടുന്ന സോയിൽ ഏതാണ്? ഇതും പുസ്തകത്തിൽ നിന്ന് കോപ്പി ചെയ്ത്. സോയിലിനെ പറ്റി മറ്റൊരു ചോദ്യം. ഇത് ടെക്സ്റ്റ് ചെയ്യുന്ന സോയിൽ എന്ന ചാപ്റ്ററിൽ നിന്ന് കോപ്പി ചെയ്താണ്. നോക്കിക്കേ, ലാട്രൈറ്റ് സോയിൽ എന്ന ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ദ ലാട്രൈറ്റ് സോയിൽസ് ഡെവലപ്പ് ഇൻ ഏരിയാസ് വിത്ത് ഹൈ ടെമ്പറേച്ചർ. കണ്ടോ, വിത്ത് ഹൈ ടെമ്പറേച്ചർ ആൻഡ് ഹൈ റെയിൻഫോൾ. നല്ല ടെമ്പറേച്ചറും നല്ല റെയിൻഫോളും ഉള്ളിടത്താണ് ലാട്രൈറ്റ് സോയിൽ കാണപ്പെടുന്നത്. ദീസ് ആർ ദ റിസൾട്ട്സ് ഓഫ് ഇന്റൻസ് ലീച്ചിങ് ഡ്യൂ ടു ട്രോപ്പിക്കൽ റെയിൻസ്. ലീച്ചിങ് എന്ന പ്രോസസ്സ് നടക്കുന്നത് എവിടെയാണ്? ഈ ലാട്രൈറ്റ് സോയിലാണ്. എന്താ സംഭവിക്കുന്നത്? ലീച്ചിങ് എന്ന് വെച്ചാൽ എന്താണ്? വിത്ത് റെയിൻ, മഴ പെയ്യുമ്പോൾ ലൈം ആൻഡ് സിലിക്ക ആർ ലീച്ച്ഡ് അവേ. മണ്ണിലടങ്ങിയിട്ടുള്ള ലൈമും സിലിക്കയൊക്കെ, അല്ലാതെ ലവണാംശങ്ങളൊക്കെ ലീച്ച് ചെയ്ത് അവിടുന്ന് ഒഴുകി മാറ്റപ്പെടും. ആൻഡ് സോയിൽസ് റിച്ച് ഇൻ അയൺ ഓക്സൈഡ് ആൻഡ് അലുമിനിയം കോമ്പൗണ്ട് ആർ ലെഫ്റ്റ് ബിഹൈൻഡ്. അപ്പോൾ അയൺ ഓക്സൈഡ്, അലുമിനിയം കോമ്പൗണ്ട്സും ഒക്കെ അവിടെ തന്നെ നിലനിൽക്കുകയും ചെയ്യും. മനസ്സിലായോ? ഇതിനാണ് ലീച്ചിങ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ലീച്ചിങ് എന്നറിയപ്പെടുന്ന പ്രതിഭാസം അല്ലെങ്കിൽ പ്രോസസ്സ് ഏത് സോയിലിൽ സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലാട്രൈറ്റ് സോയിൽ സംഭവിക്കുന്നു. നമുക്ക് ഹൈ ടെമ്പറേച്ചറിലും ഹൈ റെയിൻഫോളിലും ഉള്ള പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന സോയിൽ ഏതാണ്? ഓൾറെഡി ടെക്സ്റ്റിൽ നിന്ന് നമുക്ക് കിട്ടിയ ഏതാണ്? ലാട്രൈറ്റ് സോയിൽ. ടെക്സ്റ്റിൽ നിന്ന് കോപ്പി ചെയ്താണ്. കേട്ടോ, ഞാൻ പറഞ്ഞില്ല, പാഠപുസ്തകത്തിൽ നിന്ന് കോപ്പി ചെയ്തിട്ട് വള്ളി പുള്ളി തെറ്റിക്കാതെ അവർ ചോദ്യമായിട്ട് നമ്മളോട് ചോദിക്കുന്നുണ്ട് ഇന്ത്യൻ ജോഗ്രഫി ചോദ്യങ്ങൾ. അതിൽ ഒരു തെളിവാണ് ഈ കൊടുത്തേക്കുന്നത്. മറ്റൊരു ചോദ്യത്തിലേക്ക് പോകുന്നു. ദ ഫാക്ട്സ് മെൻഷൻഡ് ബിലോ ആർ അബൌട്ട് എ പെനിൻസുലർ റിവർ സിസ്റ്റം ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ ഒരു പെനിൻസുലർ റിവർ സിസ്റ്റം പറ്റിയുള്ള വിവരങ്ങളാണ് തന്നേക്കുന്നത്, ഫാക്ട്സ് ആണ് തന്നേക്കുന്നത്. ഐഡന്റിഫൈ ദ കറക്റ്റ് വൺ ഫ്രം ദ ചോയ്സസ് ഗിവൺ ബിലോ. ഒന്നാമത് കൊടുത്തേക്കുന്നു,
It is the second largest peninsular river system of India. It rises from a spring near Mahabaleshwar and is 1,400 km long. Its main tributaries are Bhima and Tungabhadra. It flows through Maharashtra, Karnataka, Andhra Pradesh. ഏത് നദീനെ പറ്റിയുള്ള വിവരങ്ങളാണ് തന്നേക്കുന്നത്? ഏതെങ്കിലും ഒന്നറിഞ്ഞാൽ മതി. കാരണം ഒരു നദീനെ പറ്റിയാണ് ഈ 4 ഫാക്ട്സ് തന്നേക്കുന്നത്, 4 സൂചനകൾ തന്നേക്കുന്നത്. ഏതെങ്കിലും ഒന്നറിഞ്ഞാൽ മതി. മഹാബലേശ്വർ കൂടുതൽ ആളുകൾക്ക് അറിയാവുന്ന ഫാക്ട് ആയിരിക്കും, അല്ലെ? ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഭീമ ആൻഡ് തുംഗഭദ്ര കൂടുതൽ ആളുകൾക്ക് അറിയാവുന്ന ഫാക്ട് ആയിരിക്കും. ഇത് രണ്ടും ഏത് നദിയുമായി കണക്ട് ചെയ്യാം? കൃഷ്ണ റിവർ. ഇത് രണ്ടും എന്തുമായി കണക്ട് ചെയ്യാവുന്ന ഫാക്ട് ആണ്? കൃഷ്ണ നദിയുമായി കണക്ട് ചെയ്യാവുന്ന ഫാക്ട് ആണ്. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്, കൃഷ്ണ റിവർ. എവിടുന്നാണ് ഈ ചോദ്യം എടുത്തേക്കുന്നത്? പുസ്തകത്തിൽ നിന്ന് എടുത്തേക്കുന്നതാണ്. ദ കൃഷ്ണ is the second largest east flowing peninsular river which rises near the Mahabaleshwar. നമുക്കറിയാവുന്ന പോയിന്റ് ഇൻ സഹ്യാദ്രി. Its total length is 1400. NCERT-ക്കകത്ത് 1401 എന്ന് കൊടുത്തിട്ടുണ്ട്. ശരിക്കും 1400 കിലോമീറ്റർ ആണ്. NCERT-ക്കകത്ത് 1400 ഉണ്ട് കേട്ടോ. കൊയ്ന, തുംഗഭദ്ര, ഭീമ പ്രധാനപ്പെട്ട ട്രിബ്യൂട്ടറീസ് ആണ്. തുംഗഭദ്രയും ഭീമയും ഒരെണ്ണം കൂടെ എക്സ്ട്രാ പഠിച്ചോണം, പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. കൊയ്ന വേണമെങ്കിൽ ചോദിക്കാം, ചിലപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ആയിരിക്കത്തില്ല. കൊയ്ന കൃഷ്ണയുടെ ട്രിബ്യൂട്ടറി ആണ് കേട്ടോ, മേജർ ട്രിബ്യൂട്ടറീസ്. പിന്നെ ഓഫ് ദ ടോട്ടൽ കാച്ച്മെന്റ് ഏരിയ 27% ലൈസ് ഇൻ മഹാരാഷ്ട്ര, 44% ഇൻ കർണാടക, 29% ഇൻ ആന്ധ്രാപ്രദേശ് ആൻഡ് തെലങ്കാന. ക്ലിയർ അല്ലേ? അപ്പൊ ഇത്രയുമാണ് കൃഷ്ണ റിവറിനെ പറ്റി പുസ്തകത്തിൽ കൊടുത്തിട്ട് അതിൽ നിന്നാണ് ആ ചോദ്യം ചോദിച്ചിട്ടുള്ളത്. നമ്മുടെ ആൻസർ കൃഷ്ണ റിവർ ആണെന്നുള്ള കാര്യം ഓർക്കുക. മറ്റൊരു ചോദ്യം, ഐഡന്റിഫൈ ദ സ്റ്റേറ്റ് മെൻഷൻഡ് ഇൻ ദ ഫാക്ട്സ് ലിസ്റ്റഡ്. കുറച്ച് ഫാക്ട്സ് തന്നിട്ടുണ്ട്, സ്റ്റേറ്റ് നമ്മൾ കണ്ടെത്തണം. ആൻഡ് ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഗിവൺ ബിലോ. സരിസ്ക ടൈഗർ റിസർവ് ഈസ് ഇൻ ദ ആൾവാർ ഡിസ്ട്രിക്ട് ഓഫ് ദി സ്റ്റേറ്റ്. ഈ സ്റ്റേറ്റിലെ ആൾവാർ ജില്ലയിലാണ് സരിസ്ക ടൈഗർ റിസർവ് ഉള്ളത്. അറിയത്തില്ലാത്ത അടുത്ത പോയിന്റ് നോക്കുക. പൊക്രാൻ ലൈസ് ഇൻ ദി സ്റ്റേറ്റ് ഈസ് ഇൻ ദ ജയ്സാൽമീർ. ജയ്സാൽമീർ ജില്ലയിലാണ് പൊക്രാൻ എന്ന പ്രദേശം ഉള്ളത്. നമുക്കറിയാം പൊക്രാൻ നമ്മുടെ ന്യൂക്ലിയർ ടെസ്റ്റ് നടത്തിയ പ്രദേശമാണ്. ജയ്സാൽമീർ ഇന്ത്യയിലെ ഏറ്റവും ചൂട് കൂടിയ പ്രദേശമാണ്. താർ ഡെസേർട്ടിനുള്ളിലാണ് ജയ്സാൽമീർ. അപ്പോൾ ഏകദേശം കിട്ടിക്കാണും. ഈ രണ്ടാമത്തെ ആൻസർ കിട്ടിക്കാണും. അത് കിട്ടാത്തവർക്ക്, ദ ലാർജസ്റ്റ് കനാൽ ഇൻ ഇന്ത്യ, ഇന്ദിരാഗാന്ധി കനാൽ, ഇറ്റ് യൂട്ടിലൈസസ് വാട്ടർ ഓഫ് സത്ലജ് റിവർ. സത്ലജ് നദിയിലെ ജലം ഉപയോഗിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കനാലാണ് ഇന്ദിരാഗാന്ധി കനാൽ. ഇത് ഇവിടെ ഒരു ചോദ്യം കൂടിയായി അല്ലെ? അത് ഈ സ്റ്റേറ്റിലാണ്. കിട്ടിയില്ല ആൻസർ. ഏതാണ്? രാജസ്ഥാൻ. ഇവിടെ ആൻസർ ഏതാണ്? ഏത് സ്റ്റേറ്റിനെ പറ്റിയാണ് പ്രതിപാദിക്കുന്നത്? രാജസ്ഥാനെ പറ്റിയാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രതിപാദിക്കുന്നത്. മറ്റൊരു ചോദ്യം, അലഹബാദ് ഹാൽഡിയ സ്ട്രെച്ച് ഓഫ് ദ ഗംഗ ഭഗീരഥി ഹൂഗ്ലി ഈസ്. ഏതാണ്? അലഹബാദ് ഹാൽഡിയ, അലഹബാദ് മുതൽ ഹാൽഡിയ വരെ ബന്ധിപ്പിക്കുന്ന ഗംഗ ഭഗീരഥി ഹൂഗ്ലി നദിയിലുള്ള ദേശീയ ജലപാത ഏതെന്നാണ് ചോദ്യം. അറിയാമല്ലോ, ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ജലപാത NW1 അല്ലെ? അലഹബാദ് ഹാൽഡിയ വരെ ബന്ധിപ്പിക്കുന്നു. NW1 ടെക്സ്റ്റിൽ കൃത്യമായിട്ട് ഇന്ത്യയിലെ 5 പ്രധാനപ്പെട്ട നാഷണൽ ഹൈവേസിന്റെ ലിസ്റ്റ് നമ്മുടെ NCERT ടെക്സ്റ്റിനകത്ത് കൊടുത്തിട്ടുണ്ട്. NW1 ഇത് നോക്കുക. അലഹബാദ് ഹാൽഡിയ സ്ട്രെച്ച് 1620 കിലോമീറ്റർ. NW2 സാദിയ ദൂബ്രി സ്ട്രെച്ച് 891 കിലോമീറ്റർ. NW3 കോട്ടപ്പുറം കൊല്ലം സ്ട്രെച്ച് 205 കിലോമീറ്റർ. NW4 കാക്കിനഡ പുതുച്ചേരി സ്ട്രെച്ച് 1078 കിലോമീറ്റർ. NW5 ഏതാണ്? ബ്രാഹ്മണി, മാതായി, മഹാനദി, ബ്രാഹ്മണി റിവേഴ്സ് കേട്ടോ. ബ്രാഹ്മണി, മഹാനദി, അതുപോലെ മാതായി റിവേഴ്സ്, ഇതെല്ലാം കൂടെ ചേരുന്നതാണ് ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്ന 588 കിലോമീറ്റർ. ഇത് വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നു. NW3 ഇത് കേട്ടോ, വെസ്റ്റ് കോസ്റ്റ് കനാൽ. മറ്റേത് ഈസ്റ്റ് കോസ്റ്റ് കനാൽ. ക്ലിയർ അല്ലേ? ഏതൊക്കെ നദിയിലാണെന്നുള്ളത് കൃത്യം അപ്പുറം കൊടുത്തിട്ടുണ്ട്. ഓരോ സ്ട്രെച്ചിൽ എത്ര കിലോമീറ്റർ ആണ്? ഫറാക്ക പാട്ന 460 കിലോമീറ്റർ, ഹാൽഡിയ ഫറാക്ക 560 കിലോമീറ്റർ. അങ്ങനെ കൃത്യമായിട്ട് ഓരോന്നും തരംതിരിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. ഏത് നദിയിലാണെന്നുള്ളതും ആ സ്പെസിഫിക്കേഷൻ എന്ന ഭാഗത്തുണ്ട് കേട്ടോ, കൃത്യമായിട്ട് ഓർത്തോണം. ഈ കൊല്ലം കോട്ടപ്പുറം ഒക്കെ പുസ്തകത്തിനകത്തുള്ളൂ. കൊല്ലം കോഴിക്കോടൊന്നും കിടപ്പില്ല. കൊല്ലം കോട്ടപ്പുറമേ ടെക്സ്റ്റിനകത്തുള്ളൂ. ഇത് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്, ഇതിന്റെ ലെങ്ത്തും കാര്യങ്ങളും ഒക്കെ. അതൊന്നും നമുക്ക് ടെക്സ്റ്റിനകത്ത് ഇല്ല, പുസ്തകത്തിനകത്ത്. അതുകൊണ്ട് പരീക്ഷയ്ക്ക് ഈ പുസ്തകത്തിനകത്ത് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഇത് അപ്ഡേറ്റ് ചെയ്തതൊന്നും നമുക്ക് എക്സാമിൽ ചോദിച്ചിട്ടില്ല. പിന്നൊരു നോർമൽ ചോദ്യമാണ് സ്ഥിരമായിട്ട് ചോദിക്കുന്ന, അളകനന്ദ ഭാഗീരഥി നദികൾ സംഗമിക്കുന്ന സ്ഥലത്തിന്റെ പേര് അല്ലെ? ഗംഗോത്രി എന്ന ഹിമാനിയിൽ നിന്ന് ഭഗീരഥി എന്ന പേരിൽ ഒഴുകി വരുന്ന നദി, ഭഗീരഥി എന്ന പേരിൽ ഒഴുകി വരുന്ന നദി അളകനന്ദ എന്ന നദിയുമായി കൂടിച്ചേരുന്നത് എവിടെയാണ്? ദേവപ്രയാഗ് എന്ന സ്ഥലത്താണ്. അതിനുശേഷമാണ് ഈ 2 നദികൾ ഒന്നിച്ച് ഗംഗ എന്ന പേരിൽ ഒഴുകുന്നത്. അപ്പൊ അളകനന്ദ, ഭാഗീരഥി എന്ന നദികൾ സംഗമിക്കുന്ന സ്ഥലത്തിന്റെ പേര് എന്ന് ചോദിച്ചാൽ ഏതാണ്? ദേവപ്രയാഗ്. സ്ഥലത്തിന്റെ പേരെന്താണ്? ഇത് ദേവപ്രയാഗ്. അതിനുശേഷമാണ് നദിക്ക് എന്ത് പേര് കിട്ടുന്നത്? നദി ഏത് പേരിൽ ഒഴുകുന്നത്? ഗംഗ എന്ന പേരിൽ ഒഴുകുന്നത്. അതിനു മുമ്പ് ഏതൊക്കെ പേരായിരുന്നു? ഭഗീരഥി, അളകനന്ദ.
ഭഗീരഥി അളകനന്ദയുടെ സംഗമ സ്ഥാനമാണ് ദേവപ്രയാഗ. 5 പ്രയാഗുകൾ, പഞ്ചപ്രയാഗുകളുണ്ട് അല്ലെ ഇന്ത്യയിൽ. അതിൽ നമുക്ക് ഏറ്റവും സൗത്തിലുള്ള 5ാമത്തെ പ്രയാഗാണ് ദേവപ്രയാഗ്. ഈ 5 പ്രയാഗുകളും ഏത് സംസ്ഥാനത്ത് വരുന്ന പ്രയാഗുകളാണ്, കൂടിച്ചേരലുകളാണ്? ഉത്തരാഖണ്ഡ്. എവിടെ വരുന്നു? ഉത്തരാഖണ്ഡ്. 5 പ്രയാഗുകൾ എവിടെ വരുന്നു? ഉത്തരാഖണ്ഡിൽ വരുന്നു. ഓക്കെ അല്ലേ? ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് സെപ്പറേറ്റ്സ് മെയിൻലാൻഡ് ഓഫ് ഇന്ത്യ ഫ്രം ശ്രീലങ്ക? ഇന്ത്യയുടെ മെയിൻലാൻഡിനെ ശ്രീലങ്കയിൽ നിന്ന് വേർതിരിക്കുന്നത്, സെപ്പറേറ്റ് ചെയ്യുന്ന ഈ പറഞ്ഞിരിക്കുന്ന ഏതാണ്? പാക് സ്ട്രേറ്റ്, മക്മോഹൻ ലൈൻ, 10 ഡിഗ്രി ചാനൽ, റാഡ്ക്ലിഫ് ലൈൻ. ഏതാണ് ഇന്ത്യയുടെ മെയിൻലാൻഡ്? ഇന്ത്യയുടെ മെയിൻലാൻഡ് അല്ലെ? ഇന്ത്യയുടെ മെയിൻലാൻഡ് ഇതാണ്. മെയിൻലാൻഡിനെ ശ്രീലങ്കയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്നത് ഏത് ഭാഗമാണ്? ഇതിന്റെ ഈ ഒരു പോർഷനാണ്. ഇതിന്റെ ഈ ഒരു പോർഷൻ അല്ലെ? ഇവിടെയുള്ള ഈ ഒരു കുഞ്ഞ്, ഈ ഒരു പോർഷൻ കണ്ടോ? ഇതിന്റെ ഈ ഒരു പോർഷൻ, ഇതിന്റെ പേരാണ്, ഇവരെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഈ ഒരു കുഞ്ഞു പോർഷന്റെ പേരാണ് പാക് സ്ട്രേറ്റ്. പാക്, PALK കേട്ടോ, പാക് സ്ട്രേറ്റ്, കടലെടുക്ക്. ഇനി ഇന്ത്യയുടെ മെയിൻലാൻഡിനെ ശ്രീലങ്കയിൽ നിന്ന് വേർതിരിക്കുന്ന ഈ ഒരു പോർഷൻ, ഈ കടലിന്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഗൾഫിന്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ സ്ട്രേറ്റ് അല്ലാതെ ഗൾഫാ ചോദിക്കുന്നതെങ്കിൽ ഗൾഫ് ഓഫ് മാന്നാർ. രണ്ടും വരാം ഉത്തരവായിട്ട്. കടലെടുക്കാണ് ചോദിക്കുന്നതെങ്കിൽ പാക് സ്ട്രേറ്റ്, ഗൾഫാണ് ചോദിക്കുന്നതെങ്കിൽ ഗൾഫ് ഓഫ് മാന്നാർ. ഇവിടെ എന്തായാലും ഇപ്പോൾ ഒന്നേ ഉള്ളൂ, പാക് സ്ട്രേറ്റ് മാത്രമേ ഉള്ളൂ. രണ്ടും കൂടെ വന്നു കഴിഞ്ഞാൽ ഇത് 2 ആൻസർ ആയിട്ട് വരാം. പക്ഷേ ഇവിടെ സ്ട്രേറ്റ് എന്ന് എടുത്ത് ചോദിച്ചാൽ പാക് സ്ട്രേറ്റ് പറയാവുള്ളൂ. സെപ്പറേറ്റ് ചെയ്യുന്ന ഗൾഫ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗൾഫ് ഓഫ് മാന്നാർ എന്നേ പറയാവുള്ളൂ. എനിവേ ഇവിടെ നമുക്കിപ്പോൾ ഒന്നേ ഉള്ളൂ, പാക് സ്ട്രേറ്റ് ആണ് ആൻസർ അല്ലേ? മക്മോഹൻ ലൈൻ അറിയാമല്ലോ, ഇന്ത്യനെയും ചൈനയെയും തമ്മിൽ വേർതിരിക്കുന്നത് ഇന്റർനാഷണൽ ബൗണ്ടറിയാണ് മക്മോഹൻ ലൈൻ. 10 ഡിഗ്രി ചാനൽ അറിയാമല്ലോ, ആൻഡമാൻ ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സിനെ നിക്കോബാർ ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സിൽ നിന്ന് വേർതിരിക്കുന്ന ഭാഗമാണ് 10 ഡിഗ്രി ചാനൽ. റാഡ്ക്ലിഫ് ലൈൻ അറിയാമല്ലോ, ഇന്ത്യ, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളെ വേർതിരിക്കുന്ന അന്താരാഷ്ട്ര അതിർത്തിയാണ് റാഡ്ക്ലിഫ് ലൈൻ. ഇന്ത്യനെയും പാകിസ്ഥാനെ വേർതിരിക്കുന്ന അന്താരാഷ്ട്ര അതിർത്തിയാണ് റാഡ്ക്ലിഫ് ലൈൻ. മറ്റൊരു ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്? ഇവിടെ കറക്റ്റ് ആണ്. റിഗാർഡിംഗ് നീലഗിരി ബയോസ്ഫിയർ റിസർവ്, നീലഗിരിയെ സംബന്ധിച്ച കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏത്? ഇറ്റ് എക്സ്റ്റെൻഡ്സ് അക്രോസ് ദ സ്റ്റേറ്റ്സ് ഓഫ് തമിഴ്നാടു, കേരള, കർണാടക. തമിഴ്നാട്, കേരള, കർണാടക എന്നീ 3 സംസ്ഥാനങ്ങളായിട്ട് വ്യാപിച്ചു കിടക്കുന്നു. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ദ യുനെസ്കോ മാൻ ആൻഡ് ബയോസ്ഫിയർ റിസർവ് പ്രോഗ്രാം. അതിനകത്ത് ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ള പ്രസ്താവനകൾ, സ്റ്റേറ്റ്മെന്റ്സ്? നമ്മുടെ പുസ്തകത്തിനകത്ത് നീലഗിരിയെ പറ്റി പറയുന്നുണ്ട്. നീലഗിരി ബയോസ്ഫിയർ റിസർവ് 1986 അത് കമ്മീഷൻ അല്ലെങ്കിൽ അത് രൂപപ്പെടുന്നു. പാർട്ട് ഓഫ് വയനാട്, നാഗർഹോള, ബന്ദിപ്പൂര്, മുതുമല, നിലമ്പൂര്, സൈലന്റ് വാലി, ശിരുവാണി ഉണ്ടോ? അതായത് തമിഴ്നാട്, കേരള, കർണാടക എന്നിവിടങ്ങളായിട്ട് വ്യാപിച്ചു കിടക്കുന്നു. വേണമെങ്കിൽ ചോദിക്കാം, നാഗർഹോള വന്യജീവി സങ്കേതം, ബന്ദിപ്പൂർ നാഷണൽ പാർക്ക്, മുതുമല നാഷണൽ പാർക്ക്, അതുപോലെ തന്നെ സൈലന്റ് വാലി നാഷണൽ പാർക്ക്, ഇതൊക്കെ ഏത് ബയോസ്ഫിയർ റിസർവിനകത്ത് വരും എന്ന് വേണമെങ്കിൽ ചോദിക്കാം. നീലഗിരിക്കകത്ത് വരും. വയനാട് ചോദിക്കാവേ കേട്ടോ, നമ്മുടെ മുത്തങ്ങ ചോദിക്കാം, നാഗർഹോള ചോദിക്കാം, ബന്ദിപ്പൂർ ചോദിക്കാം, മുതുമല ചോദിക്കാം, നിലമ്പൂര്, സൈലന്റ് വാലി, ശിരുവാണി, ഇതെല്ലാം ചോദിക്കാം. ഇതെല്ലാം എവിടെ വരുന്നു? നീലഗിരിയിൽ വരുന്നു. 1986 ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് ആണ് ഇന്ത്യയിലെ കേട്ടോ. അതുപോലെ തന്നെ മാൻ ആൻഡ് ബയോസ്ഫിയർ റിസർവ് പ്രോഗ്രാമിനകത്ത് ഇത് ഉൾപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് രണ്ടും ശരിയാണ് എന്നുള്ള രീതിയിലുള്ള ഓപ്ഷൻ ഏതാണ്? ബോത്ത് 1 and C. കറക്റ്റ് കേട്ടോ, ബോത്ത് 1 and C ആണ് നമ്മുടെ ആൻസർ. ബോത്ത് 1 and C. അടുത്ത ചോദ്യം വീണ്ടും ഒരു മാച്ച് ദി ഫോളോയിങ് നോക്കിയേ. ഒരു സൈഡ് ലിസ്റ്റ് 1 കൊടുത്തേക്കുന്നു മിനറൽ ഹാർട്ട്ലാൻഡ് ഓഫ് ഇന്ത്യ, സിർക്കോണിയം, കോട്ടോണോപോളിസ്, ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. അപ്പുറം കൊടുത്തേക്കുന്നു മുംബൈ, വെസ്റ്റ് ബംഗാൾ, ഛോട്ടാ നാഗ്പൂർ, കേരള കോസ്റ്റ്. അപ്പൊ ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് അറിയാവുന്ന ആദ്യം മാച്ച് ചെയ്ത് നോക്കിയിട്ട് അത് ഓപ്ഷൻ ഉണ്ടോ നോക്കണം. ഇപ്പൊ കോട്ടോണോപോളിസ് ഓഫ് ഇന്ത്യ അറിയാത്ത ആരാ ഉള്ളത് അല്ലേ? കോട്ടോണോപോളിസ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഏതാണ്? മുംബൈ ആണ്. 3നെ എയിലേക്ക് കണക്ട് ചെയ്യുന്ന ഏത് ഓപ്ഷൻ ഉണ്ട്? 3A എന്നുള്ളത് നമ്മുടെ ഓപ്ഷൻ എ വരുന്നുണ്ട്. അതെ, 3നെ എയിലേക്ക് കണക്ട് ചെയ്യുന്നു. പിന്നെ ഏതാണ്? ഓപ്ഷൻ ഡി വരുന്നുണ്ട്. 3ലെ എയിലേക്ക് കണക്ട് ചെയ്യുന്നു. അപ്പൊ അത് പോരാ, വേറെ ഒന്നും കൂടെ നോക്കണം. പിന്നെ അറിയാവുന്ന ഏതാണ്? മിനറൽ ഹാർട്ട്ലാൻഡ് ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ ഇന്ത്യയുടെ ധാതു ഹൃദയഭൂമി എന്നറിയപ്പെടുന്നത്. ധാതു മിനറൽ ഹാർട്ട്ലാൻഡ്, ഹൃദയഭൂമി എന്നറിയപ്പെടുന്ന ഏതാണ്? 1 C ആണ്, ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ് അല്ലേ? അപ്പൊ 1നെ സിയിലേക്ക് കണക്ട് ചെയ്യുന്ന ഈ എയ്ക്കകത്തും ഡിക്കകത്തും ഏതാ ഉള്ളത് നോക്കി. 1നെ എ അല്ല, ഇപ്പൊ എന്തായാലും നമ്മുടെ ആൻസർ എ അല്ല. അപ്പൊ നമ്മുടെ ആൻസർ കിട്ടിക്കഴിഞ്ഞു. 2 അറിഞ്ഞാൽ മതി. 1നെ സിയിലേക്ക് കണക്ട് ചെയ്യുന്ന ഓപ്ഷൻ ഡി ആണ് കണ്ടോ. 1നെ സിയിലേക്ക് കണക്ട് ചെയ്യുന്നു. ഇനി 3നെ ഇവിടെ കോട്ടോണോപോളിസ് ഓഫ് ഇന്ത്യനെ 3നെ എയിലേക്ക് കണക്ട് ചെയ്യുന്നു. പിന്നെ ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി, ഇസ്കോ എന്നറിയപ്പെടുന്നു അല്ലെ?
പൊതുമേഖലയിൽ ഇന്ത്യയിൽ ആദ്യത്തെ ഇരുമ്പുരുക്കുശാല എന്ന് NCERT കൊടുത്തേക്കുന്നത് ഇതാണ് ISCO. 1918 വന്നത്. ISCO എവിടെയാണ്? വെസ്റ്റ് ബംഗാളിലാണ്. 4 ബിയിലേക്ക് കണക്ട് ചെയ്യുന്നു. പിന്നെ സിർക്കോണിയം, കേരള കോസ്റ്റ്, കേരള തീരത്ത് കാണപ്പെടുന്ന മിനറലാണ് സിർക്കോണിയം, അല്ലേ? അപ്പോൾ ഇതാണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ. കിട്ടിയില്ലേ? അടുത്തൊരു ചോദ്യം. ഇൻ വിച്ച് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ വേൾഡ്സ് ലോങ്സ്റ്റ് ഹൈവേ ടണൽ അടൽ ടണൽ ഈസ് ലൊക്കേറ്റഡ്? ഇന്ത്യയിലെ ലോകത്തിലെ ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ടുള്ള ഹൈവേ ടണലായ അടൽ ടണൽ ഏത് സ്റ്റേറ്റിൽ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതാണ്. ചോദ്യത്തിനകത്തൊരു ചെറിയ പ്രശ്നമുണ്ട്. 10,000 അടിക്ക് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും 10,000 അടിക്ക് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും നീളമുള്ള റോഡ് ടണലാണ് അടൽ ടണൽ, കേട്ടോ. ഇന്ത്യയിൽ തന്നെ അടൽ ടണലിനേക്കാൾ നീളമുള്ള മറ്റൊരു ടണൽ ഉണ്ടല്ലോ. ചെനാനി നഷ്രി ടണൽ ഉണ്ട്. ചെനാനി നഷ്രി ടണൽ ഉണ്ട്. അതും ഹൈവേയിൽ വരുന്ന ടണലാണ്, ഹൈവേ ടണൽ തന്നെയാണ്. മനസ്സിലായോ? അല്ലെങ്കിൽ ബൈലൈൻ ടണലാണ്. അതുകൊണ്ട് തന്നെ ലോങ്ങസ്റ്റ്, ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ 10,000 അടിക്ക് മുകളിലുള്ള ഹൈവേ ടണലാണ് ശരിക്കും അടൽ ടണൽ. അത് ഏത് സ്റ്റേറ്റിലാണെന്നാണ് ചോദ്യം. ആൻസർ ഹിമാചൽ പ്രദേശ് ആണ്. എവിടെയാണ്? ഹിമാചൽ പ്രദേശ്. ഈ 2 ടണലും ഒന്ന് പരിചയപ്പെട്ടോണം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ടണൽ ചെനാനി നഷ്രി ടണലാണ്. ജമ്മുവിനെ ശ്രീനഗറുമായിട്ട് കണക്ട് ചെയ്യുന്ന ഈ ടണൽ 9.2 കിലോമീറ്റർ നീളമുണ്ട്. 2017 ഇത് ഉദ്ഘാടനം ചെയ്തു. നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ശ്യാമപ്രസാദ് മുഖർജി ടണൽ എന്നും പട്നി ടോപ്പ് ടണൽ എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. NH-44 ഈ ടണൽ ഉള്ളത്. ഇന്ത്യയിലെ രണ്ടാമത്തെ നീളം കൂടിയ ടണൽ അടൽ ടണലാണ്. ഇപ്പൊ നമ്മളോട് ചോദിച്ച ടണൽ കേട്ടോ. 9.02 കിലോമീറ്റർ ഇതിന്റെ നീളമുള്ളൂ. പക്ഷെ ഇതിന് ഒരു കാര്യമുണ്ട്. ഇത് 10,000 അടിക്ക് മുകളിലാണ്. 10,000 അടിക്ക് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ടണലാണ് അടൽ ടണൽ. പഴയ പേര് ഇതിന്റെ റോക്താങ് ടണൽ എന്നായിരുന്നു. റോക്താങ് ചുരത്തിന് കീഴിലാണ് ഈ ടണൽ വരുന്നത്. 2020 ഒക്ടോബർ 3 ഇത് ഉദ്ഘാടനം ചെയ്തു. അതും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ്. അടൽ ടണൽ മണാലി താഴ്വരയെ ലാഹോൾ സ്പിതി താഴ്വരയായിട്ട് കണക്ട് ചെയ്യുന്ന ടണലാണ്. മണാലിനെ ലാഹോൾ സ്പിതി താഴ്വരയായിട്ട് കടന്നു പോകുന്ന ദേശീയപാത NH-3 ആണ്. മറ്റേത് NH-44 പറഞ്ഞു, അല്ലെ? ഇത് ഏതാണ്? NH-3 ആണ്. കടന്നു പോകുന്ന ദേശീയപാത NH-3 ആണ്. ഇനി അടുത്ത ചോദ്യം. പാർട്ട്ലാൻഡ്സ് ആർ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ്. പാർട്ട്ലാൻഡ്സ് എന്ന് വെച്ചാൽ തന്നെ പീഠഭൂമികൾ, പ്ലാറ്റ്യൂസ് എന്നാണ്. ഈ തന്നിരിക്കുന്ന ഓപ്ഷനകത്ത് ഏതാണ് പ്ലാറ്റു വരുന്നത്, പീഠഭൂമി വരുന്നത്? ആരവല്ലി പീഠഭൂമിയാണ്. അതൊരു പർവ്വത നിരയാണ്. ഇന്ത്യയിലെ ഏറ്റവും ഓൾഡസ്റ്റ് മൗണ്ടൻ റേഞ്ച് ആണ് ആരവല്ലി, അല്ലെ? കാശ്മീർ ഹിമാലയം ഇത് താഴ്വരയാണ്. കാശ്മീർ ഹിമാലയം എന്നറിയപ്പെടുന്നത്, താഴ്വരയല്ല, അത് ഹിമാലയത്തിന്റെ റീജിയണൽ ഡിവിഷൻ പറയുമ്പോൾ അതിനകത്ത് ഒരു പോർഷനാണ് കാശ്മീർ ഹിമാലയം. താർ ഡെസേർട്ട് ഇതൊരു മരുഭൂമിയാണ്. പിന്നെ ഇതിനകത്ത് നമുക്ക് പീഠഭൂമി വരുന്ന ഏതാണ്? ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ്. പ്രത്യേകിച്ച് പാർട്ട്ലാൻഡ് എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ പീഠഭൂമികളിൽ തന്നെ ഈ പാർട്ട്ലാൻഡിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. വലിയ പീഠഭൂമികളോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഇങ്ങനെ കണ്ടോ, ഈ സബ് പ്ലാറ്റ്യൂസ്, ഉപപീഠഭൂമികൾ ചേർന്ന് നിൽക്കുന്ന തരത്തിലുള്ള സ്ട്രക്ചേഴ്സ് ഉള്ള പീഠഭൂമികളാണ് പ്രധാനമായിട്ട് പാർട്ട്ലാൻഡ്സ് എന്നറിയപ്പെടുന്നത്. പ്ലാറ്റു എന്ന് വിളിക്കുന്നതിനും ഇവയെ പാർട്ട്ലാൻഡ്സ് എന്ന് വിളിക്കാറുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള പാർട്ട്ലാൻഡ് സ്ട്രക്ചർ ഉള്ള ഒരു പീഠഭൂമിയാണ് ഏത്? ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. ക്ലിയർ? ഇതിനകത്ത് വേറെ പീഠഭൂമി ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇത് സെലക്ട് ചെയ്യാം. പാർട്ട്ലാൻഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് വളരെ നമുക്ക് സെലക്ട് ചെയ്യാം. പാറ്റ് എന്ന് വെച്ചാൽ പ്ലാറ്റു എന്നാണ്. അതിൽ നിന്ന് തന്നെ നമുക്ക് ഛോട്ടാ നാഗ്പൂർ ആൻസർ കിട്ടും. മറ്റൊരു ചോദ്യം. കുദ്രേമുഖ് ഡെപ്പോസിറ്റ്സ് ഓഫ് കർണാടക ആർ നോൺ ഫോർ വിച്ച് ഓഫ് ദ ഫോളോയിങ് മിനറൽസ്? കർണാടകയിലെ കുദ്രേമുഖ് ഡെപ്പോസിറ്റ്സ് ഏത് മിനറലുമായി ബന്ധപ്പെട്ട മേഖലയാണ്, അല്ലെങ്കിൽ ഏത് മിനറലാൽ സമ്പന്നമാണ്? കോപ്പർ, അയണോർ, മാംഗനീസ്, ബോക്സൈറ്റ്. അറിയാവോ ആൻസർ? ആൻസർ ഓപ്ഷൻ ബി ആണ്. അയണോർ ആണ് കുദ്രേമുഖ്. നോക്കാതെ, ബെല്ലാരി, ചിത്രദുർഗ, ചിക്കമംഗ്ലൂർ, തുംകൂർ ബെൽറ്റ് എന്ന് പറയുന്ന ഒരു അയണോർ ബെൽറ്റ് ഇന്ത്യയിലുണ്ട്. അയണോറിന്റെ ഒരു ബെൽറ്റ് ആണിത്. അയണോർ കാണപ്പെടുന്ന ഒരു മേഖലയാണ് ബെല്ലാരി, ചിത്രദുർഗ, ചിക്കമംഗ്ലൂർ, തുംകൂർ ബെൽറ്റ്. ഇറ്റ് ഈസ് ആൻ അയണോർ ബെൽറ്റ് ഇൻ കർണാടക. കർണാടകയിലെ ഒരു അയണോർ ബെൽറ്റ് ആണിത്. എന്നിട്ട് അടുത്ത പോയിന്റ് നോക്കി. ദ ബാബ ബുദൻ ഹിൽസ് ഓഫ് കുദ്രേമുഖ് മൈൻസ് ലൊക്കേറ്റഡ് ഇൻ ദ വെസ്റ്റേൺ ഗട്ട്സ് ഓഫ് കർണാടക ആർ എ 100% എക്സ്പോർട്ട് യൂണിറ്റ്. നല്ല എക്സ്പോർട്ട് ക്വാളിറ്റി ഉള്ള നല്ല അയണോർ കിട്ടുന്ന ഒരു പ്രദേശമാണ് ബാബ ബുദൻ ഹിൽസ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് കാപ്പിത്തോട്ടങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നത് ഇവിടെ തന്നെയാണ് കേട്ടോ, ബാബ ബുദൻ ഹിൽസ്. അത് കുദ്രേമുഖ് മൈൻസ് നോക്കിയേ. കുദ്രേമുഖ് ഡെപ്പോസിറ്റ്സ് ആർ നോൺ ടു ബി വൺ ഓഫ് ദ ലാർജസ്റ്റ് അയൺ ഓർ ഡെപ്പോസിറ്റ്സ് ഇൻ ദ വേൾഡ്. കുദ്രേമുഖ് ഡെപ്പോസിറ്റ്സ് ഇന്ത്യയിലെ തന്നെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു അയണോർ ഡെപ്പോസിറ്റ് ആണ് കുദ്രേമുഖ് ഡെപ്പോസിറ്റ്. The ore is transported as slurry through a pipeline to a port near Mangalore. മംഗലാപുരത്തേക്കാണ് ഇവിടുന്ന് പ്രധാനമായിട്ടും അയണോർ, അല്ലെ, ഒരു പൈപ്പ് ലൈനിലൂടെ ഈ അയണോർ സ്ലറി എത്തിക്കുന്നത് മംഗലാപുരം പോർട്ടിലേക്കാണെന്നുള്ള കാര്യം കൂടെ ഓർക്കുക കേട്ടോ.
ആൻസർ കിട്ടിയില്ല. അപ്പൊ കുദ്രമുഖ് മൈൻസ് എന്തുമായി ബന്ധപ്പെട്ടാണ്? കുദ്രമുഖ് മൈൻസ് അയണൂറുമായി ബന്ധപ്പെട്ടാണ് കേട്ടോ. അയണൂറുമായി ബന്ധപ്പെട്ട മൈനാണ് കുദ്രമുഖ് മൈൻസ് എന്നുള്ള കാര്യം ഓർക്കുക. ക്ലിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഫോംഡ് ഇൻ ദി ഇയർ. സിമ്പിൾ ചോദ്യമായിരുന്നു. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ISRO ഫോം ചെയ്ത വർഷം 1969. ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? ബംഗളൂരു അല്ലെ, അല്ലെങ്കിൽ ബാംഗ്ലൂർ. ഹെഡ്ക്വാർട്ടേഴ്സ് ബാംഗ്ലൂർ ആണെന്നുള്ള ആർക്ക് ഓർക്കുക. ഏത് വർഷമാണ് ഫോം ചെയ്യപ്പെട്ടത്? 1969. മറ്റൊരു ചോദ്യം, ഇത് അത്ര തെളിഞ്ഞിട്ടില്ല, എന്നാലും നോക്കുക. വിച്ച് കണ്ടീഷൻ? ഇതിനകത്ത് ടെമ്പറേച്ചർ വേണം, റെയിൻഫോൾ വേണം, സോയിൽ ടൈപ്പ് വേണം. എമംഗ് ദ ഫോളോയിങ് ഈസ് ബെറ്റർ ഫോർ വീറ്റ് കൾട്ടിവേഷൻ. വീറ്റ് കൾട്ടിവേഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും കണ്ടീഷൻസ്, ബെറ്റർ കണ്ടീഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ ടെമ്പറേച്ചർ 22 to 32 ഡിഗ്രി സെൽഷ്യസ്, റെയിൻഫോൾ 150-300, സോയില് ലോമി സോയില്. അടുത്ത ടെമ്പറേച്ചർ 27-32, റെയിൻഫോൾ 50-100, സോയില് അലൂവിയൽ സോയില്. അടുത്ത ടെമ്പറേച്ചർ 20-25, റെയിൻഫാൾ 40-45, സോയില് ഇപ്പം ലോമി സോയിൽ. ഇതിനകത്ത് നമുക്കറിയാം വീറ്റുമായി ബന്ധപ്പെട്ട സോയിൽ മഴ എന്ന് പറയുന്നത് എപ്പോഴും 75 സെന്റിമീറ്റർ റെയിൻഫോൾ മിനിമം അല്ലെ. പിന്നെ ഇതിന്റെ മണ്ണെന്ന് പറയുന്നത് വെൽ ഡ്രെയിൻഡ് ആയിട്ടുള്ള അലൂവിയൽ സോയില്, വെൽ ഡ്രെയിൻഡ് ആയിട്ടുള്ള അലൂവിയൽ സോയില് അത്യാവശ്യമാണ്. ഇതിന്റെ ടെമ്പറേച്ചറിനെ പറ്റി പറയുന്നത് 10 ഡിഗ്രി തൊട്ട് 26 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില വേണമെന്നാണ് പുസ്തകത്തിൽ പറയുന്നത്. അപ്പൊ അത് 10 ഡിഗ്രി, അത് സോയിങ് ടൈമിലാണ് 10 ഡിഗ്രി. അതിന്റെ ഹാർവെസ്റ്റിംഗ് ടൈമിൽ 26 വരെ ആകാം. മനസ്സിലായോ? അങ്ങനെയുള്ള ഓപ്ഷൻ ഏതാണെന്ന് നോക്കിക്കുക. ആദ്യം 75 സെന്റിമീറ്റർ. ഇത് വേറെ എവിടെ 75 സെന്റിമീറ്റർ പറയുന്നില്ല, ഓപ്ഷൻ ഡി മാത്രമേ പറയുന്നുള്ളൂ. വെൽ ഡ്രെയിൻഡ് അലൂവിയൽ സോയിൽ അല്ലെങ്കിൽ ലോമി ആൻഡ് ക്ലേ സോയിൽ എന്ന് പറയുന്നത് ഇവിടെ മാത്രമേ പറയുന്നുള്ളൂ, ഓപ്ഷൻ ഡിയിലെ പറയുന്നുള്ളൂ. ടെമ്പറേച്ചർ നോക്കിയാൽ 10 to 15 സോയിങ് ടൈമില്, ഹാർവെസ്റ്റിംഗ് ടൈമിൽ 21 to 26. ഓപ്ഷൻ ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി മാത്രമേ ഇവിടെ ആൻസർ വരുന്നുള്ളൂ കേട്ടോ. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് ബേസിൻ കൺട്രീസ് ഓഫ് ബേ ഓഫ് ബംഗാൾ. ബേ ഓഫ് ബംഗാളിന്റെ ബേസിൻ കൺട്രീസ് അല്ലെങ്കിൽ ബേ ഓഫ് ബംഗാളിന്റെ അടുത്ത് വരുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് ചോദിച്ചേക്കുന്നത്, അല്ല അതിന്റെ തീരത്ത് വരുന്ന രാജ്യങ്ങളാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ ഇന്ത്യ, ശ്രീലങ്ക, മലേഷ്യ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്. ഓപ്ഷൻ ബി ബംഗ്ലാദേശ്, നേപ്പാൾ, ശ്രീലങ്ക, മ്യാൻമാർ. ഇവിടെ ഭൂട്ടാൻ വരുന്നതുകൊണ്ട് ഇത് എന്തായാലും അല്ല. അടുത്തത് ബംഗ്ലാദേശ്, നേപ്പാൾ വരുന്നതുകൊണ്ട് ഇത് എന്തായാലും അല്ല. പിന്നെ അടുത്ത സിയും ഡി നോക്കിക്ക്. ബംഗ്ലാദേശ്, ഇന്ത്യ, ഇന്തോനേഷ്യ, മ്യാൻമാർ, ശ്രീലങ്ക. അടുത്ത മ്യാൻമാർ, ഇന്ത്യ, പാകിസ്ഥാൻ അല്ലെ, വരുന്നേയില്ല. അപ്പൊ ഓപ്ഷൻ ഏതാണ്? സി ആണ്. ബംഗ്ലാദേശ്, ഇന്ത്യ, ഇന്തോനേഷ്യ, മ്യാൻമാർ, ശ്രീലങ്ക. ബംഗ്ലാദേശ്, ഇന്ത്യ, ഇന്തോനേഷ്യ, മ്യാൻമാർ, ശ്രീലങ്ക. നോക്കി ബേ ഓഫ് ബംഗാളിന് അടുത്ത് വരുന്നത് നമ്മുടെ രാജ്യം ഇന്ത്യ, പിന്നെ ബംഗ്ലാദേശ്, പിന്നെ മ്യാൻമാർ, പിന്നെ വരുന്ന ഏത് ഇത് ഇന്തോനേഷ്യ, താഴെ ഇന്തോനേഷ്യ, മലേഷ്യ. കണ്ടോ? മലേഷ്യ, തായ്ലൻഡ്. ക്ലിയർ അല്ലേ? അപ്പോ ഏതൊക്കെ രാജ്യങ്ങൾ വരും എന്ന് കൃത്യമായിട്ട് കണ്ടില്ലേ? യെസ്, നമ്മുടെ ഓപ്ഷനകത്ത് ഉണ്ടായിരുന്ന ഏതൊക്കെയായിരുന്നു? ബംഗ്ലാദേശ്, ഇന്ത്യ, ഇന്തോനേഷ്യ, മ്യാൻമാർ, ശ്രീലങ്ക. എല്ലാം വന്നിരുന്നത് ശ്രീലങ്ക തന്നെ. ഇവിടെ താഴെ ശ്രീലങ്കയും വരുന്നുണ്ട് കേട്ടോ. ഇവിടെ ശ്രീലങ്കയും വരുന്നുണ്ട്. ക്ലിയർ അല്ലേ? എല്ലാം കിട്ടിയില്ലേ? ഇനി അടുത്തൊരു ചോദ്യം. റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ ഫ്രം ദ ആൻസേഴ്സ്. കരേവാസ് ഫോർമേഷൻ ഫൗണ്ട് ഇൻ ഈസ്റ്റേൺ ഹിമാലയ, കരേവാസ് ഫോർമേഷൻ ഫൗണ്ട് ഇൻ കാശ്മീർ ഹിമാലയ. ഏതാണ് ശരി ആൻസർ? ഈസ്റ്റേൺ ഹിമാലയ എന്ന് പറയുമ്പോൾ പൂർവാചലാണ്, നമ്മുടെ ആ ഒരു വടക്കിഴക്ക് സംസ്ഥാനങ്ങളുടെ ഭാഗം. എവിടെയാണ് കരേവാസ് കാണപ്പെടുന്നത്? കരേവാസ് കാണപ്പെടുന്നത് കാശ്മീർ താഴ്വരയിലല്ലേ. എന്തിനാണ് കരേവാസ് പ്രധാനമായിട്ടും പ്രയോജനം ചെയ്യുന്നത്? സാഫ്രൺ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ഒരു പ്രത്യേക വെറൈറ്റി ഓഫ് സാഫ്രോൺ, കുങ്കുമപ്പൂവ്, സാഫ്രൺ എന്ന അതിന്റെ പേര്, ഒരു സ്പെഷ്യൽ വെറൈറ്റിയാണ്. അതിന്റെ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മണ്ണാണ് ഇത് കരേവാസ്. ഇതെവിടെ കാണപ്പെടുന്നു? കാശ്മീർ ഹിമാലയസ് മാത്രമാണ് കാണപ്പെടുന്നത്. കാശ്മീർ താഴ്വരയോട് ചേർന്ന് കാണപ്പെടുന്നു. അപ്പൊ അത് കാശ്മീർ ഹിമാലയാസ് എന്ന ആൻസർ വരുന്ന ഏതാണ്? ഓപ്ഷൻ only 2 ഈസ് കറക്റ്റ് കേട്ടോ. ബി, നമ്മുടെ ഓപ്ഷൻ ബി ആണ് ആൻസർ. only 2 ഈസ് കറക്റ്റ് നമുക്ക് കിട്ടും. കരവാസ് കാണപ്പെടുന്നത് എവിടെയാണെന്ന് നമ്മൾ പറഞ്ഞു, കാശ്മീർ ഹിമാലയാസിലാണ്. കുങ്കുമപ്പൂവിന്റെ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണാണ്. എങ്ങനെയാണ് കരവാസ് ഉണ്ടാകുന്നത്? നദികൾ കൊണ്ടുവരുന്ന എക്കൽ മണ്ണും ഹിമാനികളുടെ ഗ്ലേഷ്യേഴ്സിന്റെ ഡെപ്പോസിറ്റ്സ് എല്ലാം കൂടെ മിക്സ് ആകുമ്പോഴാണ് ഈ പറഞ്ഞ കരവാസ് ഫോം ചെയ്യപ്പെടുന്നത്. നെക്സ്റ്റ്, വീണ്ടും അതേപോലെ ഒരു ചോദ്യം കരവാസ് തന്നെ വേറൊരു രീതി ചോദിച്ചേക്കുന്നു. താഴെ തന്നിരിക്കുന്ന കരേവാസ് ഫോർമേഷനെ കുറിച്ചുള്ള വസ്തുതകൾ ഏതൊക്കെ വസ്തുതകൾ ശരിയാണ്? ഒന്ന്, ഹിമാചൽ ഉത്തരാഞ്ചൽ ഹിമാലയത്തിൽ കാണപ്പെടുന്നു. കാശ്മീർ വടക്ക് പടിഞ്ഞാറൻ ഹിമാലയത്തിൽ കാണപ്പെടുന്നു, ശരിയാണ്. ഡാർജിലിംഗ് സിക്കിം ഹിമാലയത്തിൽ കാണപ്പെടുന്നു. ഏതാണ് ആൻസർ? 2 മാത്രം എന്നുള്ളതല്ലേ വേണ്ടേ? ഓപ്ഷൻ ബി. ഇത് 2 മാത്രം ആൻസർ. 2 മാത്രം. ഓപ്ഷൻ ബി 2 മാത്രം. കാശ്മീർ
അത് വടക്ക് പടിഞ്ഞാറൻ ഹിമാലയത്തിൽ മാത്രമാണ് ഇത് കാണപ്പെടുന്നത്. മറ്റൊരു ചോദ്യം, വിച്ച് among the following pairs are correctly matched? ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ ഒരു സൈഡിൽ തന്നേക്കുന്നു, അടുത്ത സൈഡിൽ സ്റ്റേറ്റ് തന്നേക്കുന്നു. നറോറ ഉത്തർപ്രദേശ് ശരിയാണ്. റാവത്ത് ഭട്ട മധ്യപ്രദേശ് തെറ്റാണ്. റാവത്ത് ഭട്ട എവിടെയാണ്? രാജസ്ഥാനാണ് അല്ലേ. താരാപൂർ മഹാരാഷ്ട്ര ശരിയാണ്. ഇനി കൈഗ 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 കർണാടക ശരിയാണ്. ഇന്നത്തെ ഏതൊക്കെ ശരി? 1, 3, 4 എന്നിവ ശരി അല്ലേ. 1, 3, 4 എന്നിവ ശരി. അപ്പോൾ ഏതാ തെറ്റിപ്പോയത്? രണ്ടാമത്തെ തെറ്റിപ്പോയി. റാവത്ത് ഭട്ട തെറ്റി അല്ലേ. 1, 3, 4 ശരി. 1, 3, 4 ശരി. യെസ് ബി 1, 3, 4 ശരി. നറോറ ഉത്തർപ്രദേശ്, താരാപൂർ മഹാരാഷ്ട്ര, കൈഗ ന്യൂക്ലിയർ പവർ പ്ലാന്റ് എവിടെയാണ്? പവർ സ്റ്റേഷൻ കർണാടക. ക്ലിയർ അല്ലേ? ഇനി ഇന്ത്യയിലെ വിളവെടുപ്പ് സീസണുകളെ കുറിച്ചുള്ള പ്രസ്താവനകൾ ചൂടെ ചേർക്കുന്നു. അടുത്ത ചോദ്യം, ശരിയ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ശൈത്യകാലം അല്ലെങ്കിൽ ശീതകാലം ആരംഭിക്കുന്നതോടെ റാബി സീസൺ ആരംഭിക്കുന്നു. ശരിയാണോ? ശൈത്യകാല വിള എന്നാ റാബി വിളകളെ വിളിക്കുന്നത് തന്നെ അല്ലേ. ഇനി റാബി വിളയുടെ വിളവെടുപ്പിന് ശേഷം ആരംഭിക്കുന്ന വിളവെടുപ്പിന്റെ ഒരു ചെറിയ കാലയളവാണ് സെയ്ദ്. റാബി കഴിഞ്ഞിട്ടാണോ സെയ്ദ്? അതെ, റാബി കഴിയുമ്പോൾ തണുപ്പ് കാലം കഴിയും, അപ്പൊ സെയ്ദ് കാലം വരും. സെയ്ദ് എന്ന് പറയുമ്പോൾ ഉഷ്ണകാലത്ത് കൃഷി ചെയ്യുന്ന വിളകള്, പഴങ്ങളും പച്ചക്കറികളും ഒക്കെ അല്ലേ. പിന്നെ ഖാരിഫ് സീസൺ പ്രധാനമായും തെക്ക് പടിഞ്ഞാറൻ മൺസൂണുമായി ഒത്തുപോകുന്നു. എല്ലാവരും ചോദിക്കുന്ന ചോദ്യം, തെക്ക് പടിഞ്ഞാറൻ മൺസൂണുമായിട്ട് മാത്രമേ ഉള്ളോ ഖാരിഫ് സീസൺ? പ്രധാനമായും ഇവരെടുത്ത് പറയുന്നുണ്ട് അല്ലേ. ഇപ്പൊ പ്രധാനമായും തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്നേ പറയുന്നുള്ളൂ, അല്ലാതെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ മാത്രം എന്ന് പറയുന്നില്ല. പ്രധാനമായും തെക്ക് പടിഞ്ഞാറൻ മൺസൂണുമായിട്ട് ഇത് ഒത്തുപോകുന്നു അല്ലെ. ശരിയാണ്. മുകളിൽ പറഞ്ഞവയല്ല, ഓപ്ഷൻ ഡി ആണ് ആൻസർ. നമുക്കിവിടെ നോക്കാം. ഈ 3 ക്രോപ്പിംഗ് സീസൺ നമ്മുടെ പുസ്തകത്തിൽ തന്നേക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാവേ. ഖാരിഫ് നോക്കിക്കേ, ഖാരിഫ് ജൂൺ ടു സെപ്റ്റംബർ പുസ്തകത്തിൽ തന്നേക്കുന്നത്. നമ്മുടെ SCERT-ക്കകത്തും +1 ടെക്സ്റ്റിനകത്തും ചെറിയ വ്യത്യാസമുണ്ട്. SCERT ടെക്സ്റ്റിനകത്ത് ജൂൺ തൊട്ട് നവംബർ വരെ പറയുന്നുണ്ട്, ഇവിടെ ജൂൺ തൊട്ട് സെപ്റ്റംബർ വരെ പറയുന്നുള്ളൂ. ഈ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബറിലാണ് ശരിക്കും സൗത്ത് വെസ്റ്റ് മൺസൂൺ, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. അതുകൊണ്ടാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂണായിട്ട് ഒത്തുപോകുന്നത് അവിടെ പുസ്തകത്തിൽ എടുത്ത് പറഞ്ഞേക്കുന്നത്. കണ്ടോ? പ്രധാന വിളകൾ ഏതെല്ലാമാണ്? നോർത്തിലും സൗത്തിലും രണ്ടായിട്ട് അവർ കൊടുത്തേക്കുവാണ്. നോർത്തിൽ നോക്കിയാൽ മതി, റൈസ്, കോട്ടൺ, ബജ്റ, മെയ്സ്, ജോവർ, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഇത് വരുന്നത്. റാബി നോക്കിക്കേ, ഒക്ടോബർ ടു മാർച്ച് ആണ്. ഒക്ടോബർ ടു മാർച്ച്. നമ്മുടെ SCERT-ക്കകത്ത് നൽകിയിരിക്കുന്നത് നവംബർ ടു മാർച്ചാണ് കൊടുത്തേക്കുന്നത്. നവംബർ ടു മാർച്ചാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ ഒക്ടോബർ ടു മാർച്ചാണ് കൊടുത്തേക്കുന്നത്. ചെറിയ വ്യത്യാസം. വീറ്റ്, ഗ്രാം, റാപ്പ് സീഡ്സ്, മസ്റ്റാർഡ്, ബാർലി ഒക്കെയാണ് ഇത് പ്രധാന ക്രോപ്സ്. സെയ്ത് വരുന്നത് ഇത് കഴിഞ്ഞിട്ട്, മാർച്ച് കഴിഞ്ഞ്, റാബി കഴിഞ്ഞിട്ട് ഏപ്രിൽ, ജൂൺ. വെജിറ്റബിൾസും ഫ്രൂട്ട്സും കാലിത്തീറ്റ, ഫോഡറൊക്കെയാണ് പ്രധാനമായിട്ടും മേജർ ക്രോപ്സ് ആയിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ ഇവിടെ ജൂൺ ടു സെപ്റ്റംബർ ആണ് ഖാരിഫ് കൊടുത്തിരിക്കുന്നത്, +1 ടെക്സ്റ്റ് കൊടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. SCERT 10ാം ക്ലാസ്സിലെ പുസ്തകത്തിൽ ജൂൺ ടു നവംബർ എന്നും കൊടുത്തിരിക്കുന്നു കേട്ടോ. നവംബർ എന്നും കൊടുത്തിരിക്കുന്നു ക്രോപ്പിംഗ് സീസൺ. ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇത്രയുമാണ്. നമുക്ക് ഒരു 25ഓളം ചോദ്യങ്ങൾ ഞാൻ പറഞ്ഞു. ചില ചോദ്യങ്ങൾക്ക് എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസിന് എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടിയില്ലേ ചോദ്യങ്ങൾ വരുന്നത്? ഇന്ത്യൻ ജോഗ്രഫിയുടെ ചോദ്യങ്ങൾ വരുന്നത് എങ്ങനെയാണ്, എവിടുന്നാണ്? ടെക്സ്റ്റിൽ നിന്ന് തന്നെയാണെന്ന് ഞാൻ വീണ്ടും പറയുന്നു, ഒരു 90%. പിന്നെ അത് ഏതൊക്കെ തരത്തിൽ, ഏതൊക്കെ ലെവലിലേക്ക് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്, എൻ്റെ ഡിഫിക്കൽട്ടി ലെവൽ എന്താണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ വെച്ചുകൊണ്ട് നിങ്ങളുടെ അടുത്ത പ്രിലിംസിന് വേണ്ടി, ഫസ്റ്റ് സ്റ്റേജ് പ്രിലിംസ് എഴുതാൻ പോകുന്നവർ പ്രിപ്പയർ ചെയ്യുക. എല്ലാവർക്കും നല്ല വിജയം ആശംസിക്കുന്നു. നല്ലൊരു എക്സാം ആവട്ടെ ആദ്യ സ്റ്റേജിൽ എഴുതാൻ പോകുന്നവർക്ക് എന്ന് ആശംസിക്കുന്നു. മുമ്പോട്ടുള്ള സ്റ്റേജുകാർക്കും അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ധൈര്യമായിട്ട് എക്സാമിനെ സമീപിക്കുക. ഒട്ടും സങ്കോചമില്ലാതെ, പേടിയില്ലാതെ എക്സാമിലേക്ക് പോവുക. നമ്മൾ പഠിച്ചിട്ടുള്ള, നമ്മൾ റിവിഷൻ ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തെളിഞ്ഞു വരും, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് സന്തോഷമായിട്ട് ആത്മവിശ്വാസത്തോടെ അത് ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിനകത്ത് എനിക്ക് യാതൊരുവിധ സംശയമില്ലാതെ ഉറപ്പായിട്ട് നിങ്ങളെ കൊണ്ട് സാധിക്കും. ഈ വിജയം നിങ്ങളുടേതാണ്. ഈ ഒരു എക്സാമിന് വിജയം നിങ്ങൾക്കുള്ളതാണ്. അതിനുശേഷം മെയിൻസിന് പ്രിപ്പയർ ചെയ്യുക. കേരളത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും ഉന്നതമായിട്ടുള്ള, ഏറ്റവും ഹയർ ഒരു പോസ്റ്റിലേക്ക്, ജോലിയിലേക്ക് പ്രവേശിക്കുക. താങ്ക് യു.